ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. KV അനിൽ എഴുതിയ നോവൽ DNA അധ്യായം 35. മുൻപിലുള്ള ദൃശ്യങ്ങൾ ചിതറിത്തെറിച്ചുപോയ അവസ്ഥയിലായിരുന്നു വിജയ് ചന്ദ്രനും ജോൺ മാത്യുവും രേവതിയും സുചിത്രയും ഉണ്ണിമായയുമൊക്കെ. അറവുകാട് ശിവശങ്കരൻ്റെ മകളാണ് ദുർഗാവാഹിനിയെന്ന്, ചന്ദ്രമൗലി ജീവിച്ചിരിപ്പുണ്ടെന്ന്. എന്താ വിജയചന്ദ്ര, കാഴ്ചയും കേൾവിയുമൊക്കെ ഒറ്റയടിക്കങ്ങു പോയോ? ദുർഗാവാഹിനി വിജയചന്ദ്രനെ നോക്കി. ഒന്ന് കാതു കൂർപ്പിച്ചാൽ മതി, നരകത്തിൽ നിനക്കുള്ള മണിയടി മുഴങ്ങുന്നത് കേൾക്കാം. എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്ന എല്ലാവർക്കുമുള്ള ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്നതിൻ്റെ ഒച്ച. എടി. വിജയചന്ദ്രൻ മുൻപോട്ട് വന്നു. എന്താ നീ പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന്? ഞാൻ പറഞ്ഞപ്പം നിന്റെ ചെവിക്കകത്ത് എന്നാ കോപ്പായിരുന്നു. ഞാനാണ് അറവുകാട് ശിവശങ്കരൻ്റെ മകളെന്ന്, ആന്ധ്ര IPS കേഡറിലെ ദുർഗാവാഹിനി. എൻ്റെ ഏട്ടൻ അച്ഛന് സംരക്ഷണത്തിനായി 16ാമത്തെ വയസ്സിൽ ഇവിടേക്ക് വന്നു. അച്ഛൻ്റെ വലങ്കൈയായി ഏട്ടൻ മാറി. ദുർഗാവാഹിനി പതിയെ തിരിഞ്ഞ് രേവതിയെ നോക്കി. ഈ യൂണിഫോമിൽ ഈ വീട്ടുമുറ്റത്ത് വന്ന് അച്ഛനെ സല്യൂട്ട് നൽകണമെന്ന് വലിയ ആശയായിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞത് അച്ഛൻ്റെ കത്തിയമർന്ന ചിതയ. ദുർഗാവാഹിനി പതിയെ തലതിരിച്ച് ശിവശങ്കരൻ്റെ ശരീരം ദഹിപ്പിച്ചെടുത്തേക്ക് നോക്കി. ദുർഗാവാഹിനിയുടെ കറുത്ത സൺഗ്ലാസിൽ ശിവശങ്കരൻ്റെ ചിതയുടെ പ്രതിബിംബം കാണാമായിരുന്നു. ചിതയ്ക്ക് മീതെ തലചായ്ച്ചു കിടക്കുന്ന പച്ചിലകളും ചാരം തിന്നു വളർന്ന പുതിയ തളിർനാമ്പുകളും. ദുർഗാവാഹിനി പതിയെ രേവതിയുടെ അടുത്തേക്ക് വന്നു. അമ്മേ. രേവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് ദുർഗാവാഹിനി നോക്കി. എൻ്റെ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നത് പോലെ. തലതിരിച്ച് സുചിത്രയെയും ഉണ്ണിമായയെയും ദുർഗാവാഹിനി നോക്കി. ചിത്രേച്ചിയും ഉണ്ണിമോളും ഏട്ടൻ പറയുമായിരുന്നു. എടി. പിന്നിൽ നിന്ന് ഒരലർച്ച കേട്ടു. തുലഞ്ഞു പോടി. അലറിക്കൊണ്ട് SP വിജയചന്ദ്രൻ കുതിച്ചു വന്നു. നോ. കുരുവിള ജോൺ വിജയചന്ദ്രനെ തടയാൻ ശ്രമിച്ചു. മാറടാ. ജോൺ മാത്യു കുരുവിളയുടെ മുതുകത്തൊരു ചവിട്ട് കൊടുത്തു. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമായതിനാൽ കുരുവിള വീണുപോയി. അവിടിരുന്ന ഒരു പൂച്ചട്ടിയെടുത്ത് ജോൺ മാത്യു കുരുവിളയുടെ തലയിൽ ഒരിടിയിടിച്ചു. തല മുറിഞ്ഞ് മുടിക്കിടയിൽ നിന്ന് ചോര മുറ്റത്തേക്ക് ചിതറി. ദുർഗാവാഹിനി കുതിച്ചു വന്നപ്പോഴേക്കും ജോൺ മാത്യു തൻ്റെ ഔഡി കാറിന് നേരെ ഓടിക്കഴിഞ്ഞു. വണ്ടിയെടുക്കടോ. അയാൾ ഡ്രൈവറെ നോക്കി അലറി. ഓടി റിവേഴ്സിൽ പാഞ്ഞു വന്നു. ബാക്ക് ഡോർ തുറന്ന് ജോൺ മാത്യു അതിലേക്ക് പറന്നു കയറുന്നത് ദുർഗാവാഹിനി കണ്ടു. നോ, ഡോണ്ട് മൂവ്. ദുർഗാവാഹിനി തോക്കെടുത്തപ്പോഴേക്കും ഔഡി കാർ പാഞ്ഞുപോയി. കുരുവിളെ. ദുർഗാവാഹിനി ഓടിച്ചെന്ന് കുരുവിളയെ വലിച്ചു പൊക്കി. സാരമില്ല മാഡം, ഐ ആം ഓൾ റൈറ്റ്. കുരുവിള എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയാളുടെ വലത് ചെവി മൂടി. കഴുത്തിലേക്ക് ചോര പടർന്ന് പരന്നിറങ്ങുന്നുണ്ടായിരുന്നു. എടി. വിജയചന്ദ്രൻ കാലുയർത്തി ദുർഗാവാഹിനിയുടെ ചുമലിൽ ആഞ്ഞു ചവിട്ടി. മനസ്സിലായോടി നിനക്കിപ്പോ കാര്യങ്ങൾ? അവകാശം പറഞ്ഞ് അറവുകാട് വീടിൻ്റെ മുറ്റത്താരു വന്നാലും ചോര വീഴ്ത്തും. നീ ഉണ്ടാക്കും. ദുർഗാവാഹിനി വെട്ടിത്തിരിഞ്ഞ് വിജയചന്ദ്രൻ്റെ നെഞ്ചിനും വയറിനും മധ്യത്തിൽ തോക്കുകൊണ്ട് ആഞ്ഞൊരുടിയിടിച്ചു. വിജയചന്ദ്രൻ്റെ മേലെണ്ണാക്കിൽ ചോര ചുവച്ചു. സതീശ, പെരുമാളെ, അലവി, തല്ലിക്കൊല്ലേ ഇവളെ. വിജയചന്ദ്രൻ തിരിഞ്ഞ് പണിക്കാരെ നോക്കി അലറി. പക്ഷേ പണിക്കാരും നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ദുർഗാവാഹിനിയുടെ ചുണ്ടിൽ ചെറുചിരിയുണ്ടായി. അനങ്ങില്ല വിജയചന്ദ്ര, അവരാരും. ഒരാൾ പോലും നിന്നിടത്ത് നിന്ന് അനങ്ങില്ല. കാരണം അവർ അറവുകാട് ശിവശങ്കരൻ്റെ ഉപ്പും ചോറും തിന്നു വളർന്നവരാ. അവരുടെ കാണപ്പെട്ട ദൈവത്തിൻ്റെ കണ്ണുകൾ നീയൊക്കെ മനഃപൂർവ്വം തിരുമ്മി അടച്ചതാണെന്ന് ഇവർക്ക് ബോധ്യം വന്നാൽ കൊത്തിക്കീറി എറിയും വിജയചന്ദ്രനെയും ആശുപത്രിയിൽ കിടക്കുന്ന ജയമോഹൻ തമ്പിയെയും. എടി. വിജയചന്ദ്രൻ ദുർബലമായി ഒന്നുകൂടി കൈവീശി. വളരെ നിസ്സാരമായി ദുർഗാവാഹിനി ആ കൈ വായുവിൽ പിടിച്ചെടുത്തു. പിന്നെ വിജയചന്ദ്രനെ പിന്നോക്കം തള്ളി. അറവുകാട്ട് വീട്ടിലെ അമൂല്യ നിലവറകൾ തുറന്ന് സ്വത്തിൻ്റെ വീതം വാങ്ങിക്കാൻ വന്നതല്ല ഞാൻ. എൻ്റെ അച്ഛനെ കൊന്ന ഓരോരുത്തരെയും കൈവിലങ്ങ് വെച്ച് നിയമത്തിൻ്റെ മുന്നിലെത്തിക്കണം എനിക്ക്. ദുർഗാവാഹിനി ഒന്ന് നിർത്തി. പിന്നെ പതിയെ തലതിരിച്ചു. ഒരു കൈയും തലയും പോയ ശവശരീരം ചന്ദ്രമൗലിയാണെന്ന് വരുത്തി തീർത്തും പരസ്പരം വിശ്വസിപ്പിച്ചും കുഴിച്ചു മൂടിയപ്പോൾ ഇങ്ങനൊരു ശത്രു ബൂട്ട്സ് മുറുക്കുന്ന കാര്യം അറിയാൻ വിട്ടുപോയി അല്ലേ വിജയചന്ദ്ര? പകച്ചു നിൽക്കുന്ന എല്ലാ ആളുകളെയും ദുർഗാവാഹിനി നോക്കി. അറവുകാട് ശിവശങ്കരൻ കൊല്ലപ്പെട്ടതാണ്. സ്വന്തം മരുമക്കളും ബിസിനസ് രംഗത്തെ എതിരാളികളായ രാമണ്ണയും ചേർന്ന്. എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് വരും ദിവസങ്ങളിൽ ഇവന്മാരെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാം. ദുർഗാവാഹിനി പതിയെ നടന്ന് വിജയചന്ദ്രൻ്റെ തൊട്ടു മുൻപിലെത്തി നിന്നു. പിന്നെ തൻ്റെ ഷർട്ടിൻ്റെ കോളറിൻ്റെ തുമ്പ് ദുർഗാവാഹിനി ഒന്ന് പിടിച്ചുയർത്തി. ഈ യൂണിഫോം നല്ലപോലെ അധ്വാനിച്ച് നേടിയതാ ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിന് കാക്കയുടെ നിറത്തിനൊപ്പം സത്യസന്ധതയുടെ തിളക്കവുമുണ്ട്.
ദുർഗാവാഹിനി ഒന്ന് നിർത്തി. സെൻട്രൽ ജയിലിലേക്കുള്ള വണ്ടി ബുക്ക് ചെയ്ത് കാത്തിരുന്നു. ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ. പോട്ടട പോലീസ് സൂപ്രണ്ട് വിജയചന്ദ്ര. ദുർഗാവാഹിനി തിരിഞ്ഞ് തൻ്റെ ഡസ്റ്റർ വാനിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കോ ഡ്രൈവർ സീറ്റിലേക്ക് DYSP കുരുവിള ജോണും. കുരുവിള ആശുപത്രിയിൽ കയറി മുറിവ് ഡ്രസ്സ് ചെയ്യുക. സ്റ്റിച്ച് വേണ്ടിവരും. ആ നേരം കൊണ്ട് ഞാനവനെ പൊക്കും. MP ജോൺ മാത്യു മാത്തനെ. വേണ്ട മാഡം. കുരുവിള ഭീതിയോടെ ദുർഗാവാഹിനിയെ നോക്കി. പ്രോട്ടോക്കോൾ. എന്തു പ്രോട്ടോക്കോൾ? ദുർഗാവാഹിനിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. ചവിട്ടി വാരിയല്ല ഒടിക്കുന്നതിന് എന്തു പ്രോട്ടോക്കോൾ കുരുവിളെ? പോലീസ് ബൂട്ടിന് MP-യും MLA-യും ഒന്നുമില്ല. എന്നാലും മാഡം. കുരുവിള ചുമ്മാതിരിക്ക്. ദുർഗാവാഹിനി മൊബൈൽ ഫോൺ എടുത്ത് CI നാഗരാജുവിനെ വിളിച്ചു. നാഗരാജുവും പോലീസുകാരും കയറിയ ജീപ്പ് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. നാഗരാജു. മാഡം. മറുവശത്ത് നിന്ന് നാഗരാജുവിൻ്റെ ശബ്ദം കേട്ടു. PRDയിലേക്ക് വിളിച്ച് MP ജോൺ മാത്യുവിൻ്റെ പ്രോഗ്രാം തിരക്ക്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തായാലും വിവരം കാണും. യെസ് മാഡം. കോൾ കട്ടായി. 2 മിനിറ്റ് തികയും മുമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ നാഗരാജു തിരിച്ചു വിളിച്ചു. മാഡം, MP ഇപ്പോൾ പ്രസ് ക്ലബിലുണ്ട്. പ്രസ് കോൺഫറൻസ്. ഗുഡ്. ദുർഗാവാഹിനി ചിരിച്ചു. ടൗൺ സ്റ്റേഷനിൽ നിന്ന് 2 ജീപ്പുകൾ പ്രസ് ക്ലബ് റോഡിലേക്ക് വരാൻ പറയ്. നാഗരാജുവും അവിടേക്ക് പോവുക. കുരുവിളയെ ഹോസ്പിറ്റലിൽ ഇറക്കിയതിന് ശേഷം ഞാനും അവിടെ എത്തും. ഓക്കെ മാഡം. ദുർഗാവാഹിനി കോൾ കട്ട് ചെയ്തു. പിന്നെ പാലക്കാട് മെഡിക്കൽ സെൻറ്ററിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. പ്ലീസ് കണക്ട് കാഷ്വാലിറ്റി. 3 മിനിറ്റിനകം ഇടിമിന്നൽ പോലെ ഡസ്റ്റർ വാൻ കാഷ്വാലിറ്റിയിലേക്ക് കയറി നിന്നു. ഡോക്ടർമാരും നേഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീം പോർച്ചിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കുരുവിള ഇറങ്ങിയപാടെ ഡസ്റ്റർ വാൻ വിട്ടുപോയി. പാലക്കാട് പ്രസ് ക്ലബ് റോഡിലേക്ക് വണ്ടി തിരിച്ചു കയറി. പ്രസ് ക്ലബ് ഹാളിൽ പത്രക്കാർക്ക് മുൻപിലുണ്ടായിരുന്നു MP ജോൺ മാത്യു മാത്തൻ. സത്യത്തിൽ ഈ നാട്ടിൽ സുരക്ഷിതത്വം വേണ്ടത് സ്ത്രീകൾക്കല്ല, പുരുഷന്മാർക്കാ. ഏതെങ്കിലും ഒരു പെണ്ണ് പീഡനമെന്ന് പറഞ്ഞ് കൊടയും കുരിശുമെടുത്തിറങ്ങിയാൽ അതോടെ ഒരു പുരുഷൻ്റെ കട്ടവും പടവും മടങ്ങുകയെന്ന് വെച്ചാൽ. ജോൺ മാത്യു ഒന്ന് നിർത്തി മുൻപിലിരുന്ന പത്രക്കാരെ നോക്കി. കഴിഞ്ഞ ദിവസം തന്നെ നടന്ന സംഭവം കണ്ടില്ലേ? പാലക്കാട് SP ഒരു കാരണവുമില്ലാതെ എൻ്റെ മകൻ്റെ 3 പല്ല ഇടിച്ചു പറിച്ചത്. ഒരു പെണ്ണിൻ്റെ അഹങ്കാരം എന്നല്ലാതെ എന്തു പറയാൻ പറ്റും? 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്ത് ഒരു പെണ്ണ് 3 പുരുഷന്മാരെ ഒരു കാരണവുമില്ലാതെ തല്ലിയില്ലേ? അവൾ വലിയ കരാട്ടക്കാരിയാണെന്ന അഹങ്കാരം. ഇതൊക്കെ MP-യുടെ തെറ്റിദ്ധാരണകളാ. ഒരു വനിതാ റിപ്പോർട്ടർ ജോൺ മാത്യുവിനെ നോക്കി. താങ്കളുടെ മകനെ പാലക്കാട് SP ദുർഗാവാഹിനി തല്ലിയിട്ടുണ്ടെങ്കിൽ അതൊരു DYSP-യെ നടുറോഡിൽ വെച്ച് പരസ്യമായി കയ്യേറ്റം ചെയ്തതിൻ്റെ ശിക്ഷയാ. പിന്നെ തിരുവനന്തപുരത്ത് തന്നോട് അസഭ്യം പറഞ്ഞവരെയല്ലേ ആ പെൺകുട്ടി നേരിട്ടത്? മോശമായ നോട്ടം പോലും. അത് ബസ്സിൽ വെച്ചായാലും വിമാനത്തിൽ വെച്ചായാലും ഓഫീസിൽ വെച്ചായാലും വീട്ടിൽ വെച്ചായാലും പൊതുസ്ഥലത്ത് വെച്ചായാലും പീഡനം തന്നെയാ. സ്ത്രീ സുരക്ഷ അറിയേണ്ടതെല്ലാം എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. MP ഒരെണ്ണം വാങ്ങിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. നാളെ പാർലമെൻറ്റ് സ്തംഭിക്കാതിരിക്കാൻ വേണ്ടിയാ. പത്രക്കാർക്കിടയിൽ അമർത്തിയ ഒരു ചിരി പടർന്നു. ദേ കൊച്ചേ. ജോൺ മാത്യുവിന് വിറഞ്ഞു കയറി. ദേ, ഒരുമാതിരി മറ്റിടത്തെ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെയൊക്കെ ഈ നാക്ക് കാരണമാടി എല്ലാവർക്കും പീഡിപ്പിക്കാൻ തോന്നുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. മിസ്റ്റർ MP. പത്രപ്രവർത്തകയ്ക്കും ദേഷ്യം വന്നു. കുറച്ചുകൂടി സഭ്യമായി സംസാരിക്കണം. ഉപദ്രവിക്കാൻ വരുന്നവൻ്റെ മുമ്പിൽ നിയമപുസ്തകം വായിച്ചു നിൽക്കാൻ പറ്റുമോ ഒരു പെണ്ണിന്? പിന്നെ സഭ്യത. കടലപ്പിണ്ണാക്ക്. ഒന്ന് പോകൊച്ചേ. കുറേ പീഡനക്കാരികൾ വന്നേക്കുന്നു. കണ്ടവന്മാരുടെ കൂടെ നാട് നീളെ കറങ്ങി നടന്ന് അവന്മാർ വാങ്ങിച്ചു തരുന്ന ബിരിയാണിയും തിന്ന് ചുരിദാറുമിട്ട് ശരീരം കച്ചവടം ചെയ്തിട്ട് ഒരു ദിവസം യാതൊരു ഉളുപ്പുമില്ലാതെ പൗഡറുമിട്ട് ചാനൽ മൈക്കിൻ്റെ മുമ്പിൽ വന്നിരിക്കുക എന്നെ പീഡിപ്പിച്ചേയെന്നും പറഞ്ഞ്. അതാണോ പീഡനം? ഇതൊക്കെ പീഡനമാണെന്ന് പറഞ്ഞാൽ ഞാൻ മുഖമടച്ചാട്ടും. പറയുന്ന ഏതു വലിയ പത്രക്കാരിയാണെങ്കിലും ഏതു മുഴുത്ത പോലീസുകാരി. ബാക്കി പറയാൻ വന്ന അക്ഷരങ്ങൾ ജോൺ മാത്യുവിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. പ്രസ് ക്ലബിൻ്റെ വാതിൽക്കൽ തന്നെ തുറച്ചുനോക്കി നിൽക്കുന്ന ഒരാളെ ജോൺ മാത്യു കണ്ടു. വിശ്വാസം വരാതെ കണ്ണു ചിമ്മി ഒന്നുകൂടി നോക്കി. SP ദുർഗാവാഹിനി IPS. അമർത്തിയ ചുവടുകളോടെ ദുർഗാവാഹിനി പ്രസ് ക്ലബ് ഹാളിലേക്ക് വന്നു. സോറി ഗൈസ്. MP ജോൺ മാത്യുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണ് ഞാൻ. എൻ്റെ കൺമുൻപിൽ വെച്ച് ഒരു DYSP-യെ കൊല്ലാൻ ശ്രമിച്ചതിന്. പത്രക്കാർക്കിടയിൽ സന്തോഷത്തിൻ്റേതായ ഒരു മർമ്മരമുണ്ടായി. മേ ഐ പ്രൊസീഡ്? ദുർഗാവാഹിനി പത്രപ്രവർത്തകരെ നോക്കി. മാഡം, നിയമം നടപ്പാക്കിക്കോ. പത്രപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു. അകത്ത് കിടക്കേണ്ടവനൊക്കെ അകത്ത് കിടക്കണം. പിന്നെ ഉണ്ടാക്കും. ജോൺ മാത്യുവിൻ്റെ അനുയായികളിൽ ഒരാൾ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വന്നു.
പോലീസ് ഗോ ബാക്ക്. പുറകോട്ട് നടന്ന് എനിക്ക് ശീലമില്ലല്ലോ മോനെ. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നവൻ്റെ കോളറിൽ പിടിച്ച് ദുർഗാവാഹിനി പിന്നിലേക്ക് ഒരേറ് കൊടുത്തു. വാതിലിൻ്റെ ഒരു പാളിയിലിടിച്ച് അയാൾ തറയിലേക്ക് ചുരുണ്ടു വീണു. നീ വീട്ടിൽ പോയി നിന്റെ പെണ്ണുമ്പിള്ളയുടെ മുൻപിൽ നിന്ന് മുദ്രാവാക്യം വിളിക്ക്. ദുർഗാവാഹിനി നേരെ ജോൺ മാത്യുവിൻ്റെ മുൻപിലെത്തി നിന്നു. എടി പുല്ലേ. ജോൺ മാത്യു മുണ്ടു മടക്കി കുത്തി. എന്നെ ഉണ്ടാക്കാൻ മാത്രം വളർന്നിട്ടില്ല നീ. MP സ്ഥാനമൊക്കെ എനിക്ക് പുല്ല. നിനക്ക് കാണണോ ഈ പത്രക്കാർ മക്കളുടെ മുന്നിലിട്ട് നിന്നെ ഞാൻ വലിച്ചു കീറുന്നത്? ലോകം മുഴുവൻ അത് ലൈവായിട്ട് കാണും. കേട്ടല്ലോ? ദുർഗാവാഹിനി പത്രക്കാരെ നോക്കി. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാ. ഇങ്ങേരും കൂടി ചേർന്ന നാളെ സ്ത്രീ സംരക്ഷണത്തിനുള്ള ബില്ല് പാസാക്കാൻ പോകുന്നത്. ദുർഗാവാഹിനി ഒന്ന് നിർത്തി. ദുർഗാവാഹിനിയുടെ വലതു കൈയിലെ വിരലുകൾ മടങ്ങി. DYSPയെ തല്ലി തല പൊട്ടിച്ചിട്ട് താനിവിടെ വന്നിരുന്ന് മയക്ക് തിന്നുന്നോ? വലതു കൈ ഉയർത്തിയിട്ട് ദുർഗാവാഹിനി അതേപോലെ താഴ്ത്തി. കൈകൊണ്ട് തല്ല് മേടിക്കാനുള്ള യോഗ്യത തനിക്കില്ല മാത്ത. പറഞ്ഞു തീർന്നതും മിന്നൽ പോലെ കാലുയർത്തി. ജോൺ മാത്യുവിൻ്റെ നെഞ്ചിൻ്റെ മധ്യത്തിലായിരുന്നു ചവിട്ട്. പാദങ്ങൾക്കുമില്ലേ മോഹങ്ങൾ? ജോൺ മാത്യുവിൻ്റെ ശരീരം പിന്നിലേക്ക് ഉയർന്ന് പറന്നുപോയി. പിന്നെ മേശയിലിടിച്ച് താഴെ വീണു. CI നാഗരാജുവും പോലീസുകാരും നടുങ്ങിപ്പോയി. ദുർഗാവാഹിനി മുൻപോട്ട് വന്ന് ജോൺ മാത്യുവിൻ്റെ ഓവർകോട്ടിൽ പിടിച്ചുപൊക്കി. നാഗരാജു. ദുർഗാവാഹിനി സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു. പൊക്കിയെടുത്ത് ജീപ്പിലിടു കോപ്പനെ. മാഡം, ഇതൊരു MP-യാ. എന്താടോ, ഒരു MP-ക്ക് കയറാനുള്ള സ്ഥലമല്ലേ പോലീസ് ജീപ്പിൽ? അല്ല മാഡം, ഡൽഹിയിൽ നിന്നാവും വിളികൾ വരിക. സാരമില്ല, ഡൽഹിയിൽ നിന്ന് വരുന്ന വിളികൾക്ക് കേരളത്തിലിരുന്ന് ഞാൻ മറുപടി പറഞ്ഞോളാം. ടേക്ക് ഹിം. ജോൺ മാത്യുവിന് വായ തുറക്കാനാവുന്നതിന് മുൻപ് പോലീസ് പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. തൊപ്പി തലയിൽ ഉറപ്പിച്ചുകൊണ്ട് ദുർഗാവാഹിനി പതിയെ തിരിഞ്ഞു. വനത്തിന് നടുവിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. 3 വാഹനങ്ങൾ. മുൻപിൽ പവിത്രജ്വാലയും ഉമാശങ്കരിയും കുറച്ച് പെൺകുട്ടികളും കയറിയ വോയേജർ വാൻ. പിന്നിൽ ചിലങ്കയും ബാക്കി പെൺകുട്ടികളും കയറിയ പച്ച നിറമുള്ള ക്വാളിസ്. അതിനു പിന്നിൽ ശ്രീറാമും കൂട്ടരും കയറിയ ടാറ്റ സഫാരി. വണ്ടികൾ ഷെയ്ത്താൻ വളവ് തിരിഞ്ഞതും മാലപ്പടക്കം പൊട്ടുന്നതുപോലെ വെടിപൊട്ടി. മുൻപിൽ പോയ വോയേജർ വാനിൻ്റെ ടയറുകൾ വെടിയേറ്റ് തീപിടിച്ച് ചിതറിപ്പോകുന്നത് കണ്ടു. കിടുങ്ങി വിറച്ചുപോയി ചിലങ്കയും കൂട്ടരും. നീട്ടിപ്പിടിച്ച റിവോൾവറുകളുമായി 20 പേരടങ്ങുന്ന ഒരു സംഘം മരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. എല്ലാവരുടെയും മുഖം മൂടി കറുത്ത തുണി ചുറ്റിക്കെട്ടിയിരുന്നു. അനങ്ങാൻ പോലും ആയില്ല ചിലങ്കയ്ക്കും കൂട്ടർക്കും. റിവോൾവർ കൊണ്ടുള്ള ഒറ്റയിടിക്ക് ക്വാളിസിൻ്റെ വിൻഷീൽഡ് ചിതറി വീണു. തോക്കിൻ്റെ കുഴൽ വന്ന് ചിലങ്കയുടെ ഇടത് ചെവിക്ക് തൊട്ടു മുകളിലായി ഇടിച്ചു നിന്നു. സഹോദരി ഒന്ന് പുറത്തിറങ്ങണം. കറുത്ത തുണിക്കുള്ളിൽ നിന്ന് മുരൾച്ച കേട്ടു. തന്നെയും കൊണ്ടുവന്ന വാഹനം എവിടെയോ നിന്നുവെന്ന് ചിലങ്കയ്ക്ക് മനസ്സിലായി. കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ്. കൈകൾ പിന്നിലേക്ക് വലിച്ച് ചണക്കയർ കൊണ്ട് കെട്ടിയിരിക്കുന്നു. പവിത്രജ്വാലയും കൂട്ടരും എവിടെയായിരിക്കും? വണ്ടിയുടെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. ഇറങ്ങ്. ചിലങ്കയെ ആരോ പുറത്തേക്കിറക്കി. അടുത്ത നിമിഷം വണ്ടിയുടെ ഡോർ അടയുന്ന ശബ്ദം കേട്ടു. വാഹനം സ്റ്റാർട്ടാവുന്നു. തന്നെ ഏതോ ഗർത്തത്തിൻ്റെ മുൻപിൽ നിർത്തി വെടിവെച്ച് വീഴ്ത്താൻ പോവുകയാണെന്ന് ചിലങ്കയ്ക്ക് മനസ്സിലായി. കറുത്ത തുണിക്ക് താഴെ ചിലങ്ക മിഴികൾ ഒന്നുകൂടി ഇറക്കിയടച്ചു. ദേവി. അടുത്ത നിമിഷം എഞ്ചിൻ്റെ മുരൾച്ച അകന്നു പോകുന്നത് കേട്ടു. വാഹനം പോയോ? പൊടുന്നനെ തൊട്ടു പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം ചിലങ്ക അറിഞ്ഞു. അവൾ ഒന്ന് നടുങ്ങി. തൻ്റെ കയ്യിലെ കെട്ടുകൾ ആരോ അഴിക്കുകയാണ്. അടുത്ത നിമിഷം കൈകൾ സ്വതന്ത്രമായി. കാലടിയൊച്ച അകന്നുപോയി. 1-2 നിമിഷം ചിലങ്ക അങ്ങനെ നിന്നു. പെട്ടെന്നാണ് അതോർത്തത്. കൈകൾ സ്വതന്ത്രമായ സ്ഥിതിക്ക് തനിക്ക് എന്തുകൊണ്ട് കണ്ണിൻ്റെ കെട്ടഴിച്ചുകൂടാ? ചിലങ്ക കൈ ഉയർത്തി കണ്ണിൻ്റെ കെട്ടഴിച്ചു. ഒരു നിമിഷം വേണ്ടിവന്നു കാഴ്ച തെളിയാൻ. പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുൽമേടിന് മുകളിലാണ് താൻ. അടുത്ത നിമിഷം ചിലങ്കയുടെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി. പൂവുകൾക്ക് നടുവിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ. ചന്ദ്രമൗലിയല്ലേ അത്? മൗലി. ഒരു അലറിക്കരച്ചിലായിരുന്നു അത്. പൂച്ചെടികൾ വകഞ്ഞു മാറ്റി ചിലങ്ക മുൻപോട്ട് കുതിച്ചു. ചന്ദ്രമൗലിയുടെ തൊട്ടു മുൻപിലെത്തി നിന്നു. മൗലി. ചിലങ്ക ഒന്നുകൂടി അലറിക്കരഞ്ഞു. എന്താടി, സുഖമല്ലേ? ചന്ദ്രമൗലി ചിരിയോടെ അവളെ നോക്കി. മൗലി, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ എന്തു കരുതി? ഈ പൂവും പുൽമേടുമൊക്കെ കണ്ടപ്പോൾ നമ്മൾ രണ്ടും ചത്ത് സ്വർഗത്തിലെത്തിയെന്നോ? ചന്ദ്രമൗലി വീണ്ടും ചിരിച്ചു. ഞാൻ ചത്തിട്ടില്ലടി. എടാ മൗലി. ചിലങ്ക കരഞ്ഞുകൊണ്ട് ചന്ദ്രമൗലിയുടെ നെഞ്ചിലേക്ക് വീണു. വാരിയെല്ലുകൾ ഒടിയും മട്ടിൽ ഒരാലിംഗനം. ചന്ദ്രമൗലി നിലതെറ്റി പൂച്ചെടികൾക്കിടയിലേക്ക് വീണുപോയി. ഒരു ചെടിക്കമ്പിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. ചിലങ്കയെയും ചേർത്ത് പിടിച്ച് ചന്ദ്രമൗലി താഴേക്ക് ഉരുണ്ടുപോയി.
ചിലങ്കയുടെ ചിരിയും കരച്ചിലും പുഞ്ചിരിച്ചു നിന്ന പൂവുകൾക്കിടയിലൂടെ താഴേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അധ്യായം 36. പ്ലേറ്റിലേക്ക് ആവി പറക്കുന്ന കഞ്ഞി വന്നു. സാരിയായിരുന്നു ചിലങ്കയുടെ വേഷം. നെറ്റിയിൽ സിന്ദൂരത്തിൻ്റെ വട്ടപ്പൊട്ട്. ചന്ദ്രമൗലി പതിയെ തലയുയർത്തി ചിലങ്കയെ നോക്കി. പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും അത്ഭുതം ഒട്ടും മാറിയിട്ടില്ല. തിരുമൂർത്തിക്കുന്നിൽ നിന്നും, അമരാവതി പുഴയിൽ നിന്നും, ചീങ്കണ്ണികളുടെ വായിൽ നിന്നും, ചക്കിലനായ്ക്കൻ കോളനിയിൽ നിന്നുമൊക്കെ താൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നോർത്താണ് ചിലങ്ക വീണ്ടും വീണ്ടും അത്ഭുതം കൊള്ളുന്നതെന്ന് ചന്ദ്രമൗലിക്കറിയാം. ഇടയ്ക്കിടെ എൻ്റെ ദേവി, എൻ്റെ ദേവി എന്ന് വിളിച്ച് ദേവിക്ക് നന്ദി പറച്ചിലും. കഴിഞ്ഞില്ലേടി ദൈവത്തോടുള്ള നിന്റെ താങ്ക്സ് പറച്ചിൽ? കഴിക്കും മൗലി. ചിലങ്ക ഒരു പാത്രത്തിലേക്ക് ചെറുപയർ ഉലർത്തിയെടുത്തതുകൂടി വിളമ്പി. സാരിയുടെ മുന്താണി മാറിക്കിടന്നിടത്തുകൂടി നിലാവിൻ്റെ ഒരു കീറ് പോലെ ചിലങ്കയുടെ അണിവയർ കണ്ടു. നല്ല വയറ്. ചന്ദ്രമൗലിയുടെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരിയുണ്ടായി. എന്തോ? ചിലങ്ക കണ്ണുരുട്ടിക്കൊണ്ട് കൈ നീട്ടി ചന്ദ്രമൗലിയുടെ ചെവിയിൽ പിടിച്ചു. കുരുത്തക്കേട്. ചത്ത് ജീവിച്ചിട്ട് വന്നിട്ടും നാക്കിന് ഒരു വ്യത്യാസവുമില്ല. വിടടി. ചന്ദ്രമൗലിക്ക് ശരിക്കും നൊന്തു. നല്ല പയറ് എന്നാ ഞാൻ പറഞ്ഞത്. മുൻപിലിരുന്ന ചെറുപയറിൽ അല്പം വാരി ചന്ദ്രമൗലി വായിലേക്കിട്ടു. പറയും മൗലി. ചിലങ്ക ഡൈനിങ് ടേബിളിന് പിന്നിൽ കിടന്ന ഒരു കസേരയിലേക്കിരുന്നു. പിന്നെ മേശമേൽ കൈമുട്ട് ഊന്നിക്കൊണ്ട് ചന്ദ്രമൗലിയെ നോക്കി. തിരുമൂർത്തി ഹിൽസിൽ നിന്ന് മൗലി താഴേക്ക് ചാടിയെടുത്ത് കഥ നിൽക്കുക. ബാക്കി പറയ്. ചന്ദ്രമൗലിയുടെ മിഴികൾ ഒന്ന് പിടച്ചു. അമരാവതി പുഴയിലെ കലക്കവെള്ളം ചന്ദ്രമൗലിയുടെ കണ്ണുകളിൽ തിളച്ചു മറിയുന്നത് ചിലങ്ക കണ്ടു. വെള്ളത്തിൽ വീണതേയുള്ളൂ ഓർമ്മ. വീഴും മുൻപ് ചുമലിലൂടെയും മുതുകിലൂടെയും എന്തോ പൂളി കയറിപ്പോയത് ഓർമ്മയുണ്ട്. ബോധം വീഴുമ്പം ഒരു പാറക്കെട്ടിനു മീതെ. ചുറ്റും 4 പേർ. എല്ലാവരും ചക്കിലയ നായ്ക്കൻ കോളനിയിലെ ആളുകൾ. ചീങ്കണ്ണി വേട്ടയ്ക്കിറങ്ങിയവർ. അവരുടെ സംരക്ഷണത്തിലായി 2 ദിവസം. ഒരു പ്ലാസ്റ്റിക് കൂട് നിറയെ കാശുമായി 2ാം പക്കം ആരൊക്കെയോ അവിടെ എത്തി. അവർ ആദ്യം ചക്കില നായ്ക്കൻ കോളനിയിലെ എൻ്റെ സംരക്ഷകരോട് ആവശ്യപ്പെട്ടത് രക്ഷപ്പെടുമ്പോൾ ഞാനിട്ടിരുന്ന വസ്ത്രമാണ്. ചന്ദ്രമൗലി ഒന്ന് നിർത്തി. വന്നത് ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെയും അബോധത്തിൻ്റെ ദിവസങ്ങൾ. ഉണർന്നപ്പോൾ എൻ്റെ സംരക്ഷകർ തന്നെ പറഞ്ഞ് ഞാനറിഞ്ഞു. ചന്ദ്രമൗലി മരിച്ചുപോയ വിവരവും പോലീസ് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തി മറവ് ചെയ്ത വിവരവും. കൃത്യമായി ഒരു കളി നടക്കുന്നുണ്ടെന്ന സൂചന എനിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞനുജത്തി ദുർഗയായിരിക്കും അതിന് പിന്നിലെന്നും ഞാൻ ഊഹിച്ചു. അതിന് വേറൊരു കാരണമുണ്ട്. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ചക്കിലനായ്ക്കൻ കോളനിയിൽ കാശ് വിതറിയവർ ഏതാണ്ട് എല്ലാവരും സംസാരിച്ചിരുന്നത് തെലുങ്കായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അനിയത്തി IPSകാരിയാണെന്ന കാര്യം മൗലി എന്താ എന്നോട് പറയാതിരുന്നത്? ചിലങ്ക പരിഭവത്തിൽ ചന്ദ്രമൗലിയെ നോക്കി. ഓ, നിനക്കതിൻ്റെ പരിഭവമാ ഇപ്പോഴും? ചന്ദ്രമൗലിക്ക് ചിരി വന്നു. മനഃപൂർവ്വം പറയാതിരുന്നതൊന്നുമല്ലടി കഴുതേ. അന്ന് രാത്രി നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നത് ഇതെല്ലാം പറയാൻ കൂടിയാ. പക്ഷേ വഴിക്ക് വെച്ചല്ലേ പോലീസ്. ചന്ദ്രമൗലി ഒന്ന് നിർത്തി. ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തന്നെ വിശ്വാസം വന്നത് കുറച്ച് ദിവസം മുൻപാ. പക്ഷേ ഒരൊറ്റ സങ്കടം മാത്രം. എനിക്കെൻ്റെ സുധാമയെ രക്ഷിച്ചു പിടിക്കാനായില്ലല്ലോ. പാവം നമ്മുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് കൊതിച്ചതായിരുന്നു സുധാമ. അമ്മയെക്കുറിച്ചോർത്തപ്പോൾ ചിലങ്കയുടെ മിഴികൾ തുളുമ്പി. ചന്ദ്രമൗലിയുടെ ചുമലിലേക്ക് നെറ്റിമുട്ടിച്ച് ചിലങ്ക 1-2 നിമിഷമിരുന്നു. പിന്നെ മിഴികളുയർത്തി ചന്ദ്രമൗലിയെ നോക്കി. ആരുടെയായിരുന്നു മൗലി ആ മൃതശരീരം? അറിയില്ല. ചന്ദ്രമൗലി കഞ്ഞി മാറ്റിവെച്ച് എണീറ്റു. കൊലുക്കപ്പാളയത്തെ ഏതോ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോലീസിന് കിട്ടിയ ഒരു അജ്ഞാത മൃതശരീരം. പാവം, എൻ്റെ പ്രായത്തിൽ ആരോ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ. പോലീസ് റെയിൽവേ റെക്കോർഡിൽ ഒരു റൺ ഓവർ കേസ്. തലയും ഒരു കൈയും കാണാനില്ല. ദുർഗാവാഹിനി വിലക്കെടുത്ത ആ മൃതശരീരം എൻ്റെ ജീവൻ രക്ഷിച്ചു. ചന്ദ്രമൗലി ഒന്ന് നിശ്വസിച്ചു. പക്ഷേ ആ പാവത്തിനുമില്ലേ ഒരു കുടുംബം? അയാൾക്കും കാണില്ലേ ഒരമ്മ, കൂടപ്പിറപ്പുകൾ, ഭാര്യ, മക്കൾ? എനിക്ക് വേണ്ടി, എൻ്റെ ജീവനു വേണ്ടി മരിച്ചതുപോലെ ഒരാൾ. ചന്ദ്രമൗലി പതിയെ തിരിഞ്ഞു. ചിലങ്ക പതിയെ വന്ന് ചന്ദ്രമൗലിയെ ചുറ്റിപ്പിടിച്ചു. പാവം, ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ലേ. അയാളുടെ വീട്ടിലൊന്ന് പോവാനോ സഹായിക്കാനോ? ഞാനും ഓർത്തു എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി മരിച്ചതുപോലെ ഒരാൾ. പുറത്തു വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ദുർഗയും അമ്മയും പവിത്രയുമൊക്കെയാ. ചന്ദ്രമൗലി പറഞ്ഞു തീരും മുൻപ് വാതിൽ കിടന്ന് ദുർഗാവാഹിനിയും പവിത്രജ്വാലയും ഉമാശങ്കരിയും അകത്തേക്ക് വന്നു. മോനെ. ഉമാശങ്കരി കരഞ്ഞുകൊണ്ട് ഓടിവന്ന് ചന്ദ്രമൗലിയെ കെട്ടിപ്പിടിച്ചു. കറക്റ്റ് സീൻ. ചന്ദ്രമൗലി ചിരിച്ചു.
മരിച്ചുവെന്ന് കരുതിയ മകനെ തിരിച്ചു കിട്ടുന്നു. അമ്മ കരഞ്ഞ് കണ്ണീർ പൊഴിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. പഴയ മുരുകാലയ ഫിലിംസിൻ്റെ സിനിമയാണെങ്കിൽ ഈ നിരന്നു നിൽക്കുന്ന നമ്മുടെ പുറത്ത് ശുഭം എന്നങ്ങ് പതിപ്പിച്ചാൽ മതി. പക്ഷേ നമുക്ക് പണി ബാക്കിയില്ലേ എൻ്റെ അമ്മേ? ഉമാശങ്കരിയെ ചന്ദ്രമൗലി നെഞ്ചിൽ നിന്ന് അടർത്തി. പിന്നെ കൈത്തലം കൊണ്ട് മിഴിനീർ തുടച്ചു. ചിലത് ചോദിക്കണ്ടേ അമ്മേ നമുക്ക് ചിലരോട്? കണക്ക് പറഞ്ഞ് മേടിക്കണ്ടേ നമുക്ക് ചിലത്? ഒന്നും വേണ്ടടാ നമുക്ക്, ഒന്നും. ഉമാശങ്കരി കരഞ്ഞു. നമുക്ക് ജീവിക്കാനുള്ളത് ആന്ധ്രയിലില്ലേ? അതും മതി. നീ എൻ്റെ ഈ പൊന്നുമോളെയും കൊണ്ട് അങ്ങോട്ട് വാ. ഉമാശങ്കരി ചിലങ്കയുടെ കവിളിൽ വാത്സല്യത്തോടെ കൈപ്പടം ചേർത്തു. അങ്ങനൊന്നും പോവാൻ പറ്റില്ലമ്മേ. ദുർഗാവാഹിനി മുൻപോട്ട് വന്നു. അച്ഛനെ കണ്ട ഓർമ്മയെനിക്കില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റേത് ഒരു നോർമൽ ഡെത്തല്ലെന്ന് എനിക്കറിയാം. ഇറ്റ്സ് കോൾഡ് ബ്ലഡഡ് മർഡർ. അത് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണം. മോളെ, നിങ്ങളെക്കൊണ്ട് കഴിയില്ല അതിന്. കഴിയും, ഉറച്ചതായിരുന്നു ദുർഗാവാഹിനിയുടെ സ്വരം. കരയ്ക്കിരുന്ന് കപ്പൽ ഓടിക്കുന്നതല്ല എൻ്റെയും ഏട്ടൻ്റെയും പണി. കളത്തിലിറങ്ങി പണിയെടുക്കുന്നതാ. അമ്മയ്ക്ക് ആഗ്രഹമില്ലേ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയവരോട് പകരം വീട്ടണമെന്ന്? ആ ചോദ്യത്തിനു മുൻപിൽ ഉമാശങ്കരി നിശബ്ദയായിപ്പോയി. ആദ്യം ഇവൻ്റെയും ചിലങ്കയുടെയും കല്യാണം നടത്തണം. അത് കാണണം എനിക്ക്. ഉമാശങ്കരിയുടെ സ്വരം ഷാഠ്യം നിറഞ്ഞതായിരുന്നു. എൻ്റെ അമ്മേ, കല്യാണം നടത്താം. അതിന് റെഡിയായിട്ട് തന്നെയാ ഞങ്ങളുടെ നിൽപ്പും. പക്ഷേ അതിനു മുൻപ് ചിലരെ കാണണം, ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ദുർഗേ. ചന്ദ്രമൗലി തിരിഞ്ഞ് ദുർഗാവാഹിനിയെ നോക്കി. നിയമത്തിൻ്റെ വഴിക്ക് പോവട്ടെ എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയുന്ന വിശാല മനസ്കനായ നായകനുമല്ല. നിയമം അത് നമ്മുടെ വഴിക്ക് വരണം. ചന്ദ്രമൗലിയുടെ മിഴികളൊന്നും മിന്നി. ഇത്രനാളും നിയമത്തെ തുടലിൽ കെട്ടി നായയെപ്പോലെ കൊണ്ടു നടന്നവരുടെ ഇടയിലേക്ക് നിയമത്തെ ഒരായുധമാക്കി ഇരച്ചു കയറണം. നമ്മൾ തിരിച്ചടിക്കണം. ചന്ദ്രമൗലി മുറിയിലൂടെ 1-2 ചാൽ നടന്നു. സന്തോഷം കൊണ്ട് തുളുമ്പിയ മിഴികളോടെ ദേവരാജനും ശ്രീറാമും മറ്റുള്ളവരും പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ദേവരാജ. ചന്ദ്രമൗലി പതിയെ തിരിഞ്ഞു. നമ്മുടെ വണ്ടികളെല്ലാം ഫുൾ ടാങ്ക് ഡീസൽ നിറച്ചിട്. പഴയ ആയുധങ്ങളെല്ലാം ഒന്നുകൂടി രാഗി മിനുക്കിയെടുക്ക്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. വിചാരണയും വിധി പറച്ചിലും ശിക്ഷ നടപ്പാക്കലും എല്ലാം ഒരേ ദിവസം കഴിയും. ഒരു സൈന്യാധിപന്റെ ആജ്ഞയുടെ അതേ മൂർച്ചയായിരുന്നു ചന്ദ്രമൗലിയുടെ സ്വരത്തിന്. വീൽചെയറിലിരുന്നു കൊണ്ട് ജയമോഹൻ തമ്പി മുൻപിൽ നിൽക്കുന്നവരെ നോക്കി. SP വിജയചന്ദ്രൻ, പൂപ്പതി രാമണ്ണ, കാർത്തികേയൻ, വീരബാഹു, MP ജോൺ മാത്യു, ദ്രാവിഡമണി. കേട്ട വാർത്തയുടെ മരവിപ്പിലായിരുന്നു ജയമോഹൻ തമ്പി. ചന്ദ്രമൗലി ജീവിച്ചിരിപ്പുണ്ടെന്ന്. SP ദുർഗാവാഹിനിയാണ് ചന്ദ്രമൗലിയുടെ യഥാർത്ഥ സഹോദരിയെന്ന്. അറവുകാട് ശിവശങ്കരൻ്റെ മക്കൾ. വിജയ. ജയമോഹൻ തമ്പി വിജയചന്ദ്രനെ നോക്കി. യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുക. അറിയാമല്ലോ. ചന്ദ്രമൗലി തിരിച്ചു വന്നാൽ. ജയമോഹൻ തമ്പി ഒന്ന് നിർത്തി. അവൻ്റെ കയ്യിലുണ്ടാവും നമ്മുടെയെല്ലാം മരണത്തിൻ്റെ കൃത്യമായ തീയതി. ചന്ദ്രമൗലി ജീവിച്ചിരിപ്പുണ്ടെന്നത് അവളുടെ ഒരു വിരട്ട് മാത്രമാണെങ്കിലോ? വിജയചന്ദ്രന് അങ്ങനെ ആശ്വസിക്കാനായിരുന്നു ഇഷ്ടം. അല്ല വിജയ. ജയമോഹൻ തമ്പി പതിയെ ശിരസിളക്കി. ഈ ആശുപത്രി കിടക്കയിൽ ഒറ്റയ്ക്ക് കിടന്നപ്പോഴൊക്കെ ഞാൻ ഒരുപാട് തവണ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം അതാ. നമ്മളൊക്കെ വിഡ്ഢികളാ വിജയ. നമുക്ക് മൗലിയുടെ മരണം ആഘോഷിക്കാനായിരുന്നു ധൃതി. അതിനിടയിൽ ചത്തത് അവനാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കാൻ മറന്നു. നമ്മളിനി എന്ത് ചെയ്യണം ചെയ്യാ? രാമണ്ണ ജയമോഹൻ തമ്പിയെ നോക്കി. കാർത്തിയുടെ കല്യാണമാ മറ്റന്നാൾ. കല്യാണം നടക്കട്ടെ രാമണ്ണ സാറേ. ജയമോഹൻ തമ്പി ചിരിക്കാൻ ശ്രമിച്ചു. കല്യാണവും മരണവും രണ്ടും ആഘോഷങ്ങളല്ലേ. മൗലിയും പെങ്ങളും തീരണം. ആക്രമണങ്ങൾക്ക് ഇനി ഇരുട്ടിൻ്റെ മറവ് വേണ്ട. മൂങ്ങകളോട് കാക്കകളാവാൻ പറയ്. ജയമോഹൻ തമ്പി പതിയെ തലതിരിച്ച് എല്ലാവരെയും നോക്കി. ദുർഗാവാഹിനി പറഞ്ഞ ചില വെളിപ്പെടുത്തലുകളുടെ നടുക്കത്തില എല്ലാവരുമല്ലേ. പക്ഷേ എടുത്തടിച്ചതുപോലെ അവൾ പറഞ്ഞിട്ട് പോയ കാര്യത്തിൽ പോസിറ്റീവ് വശത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. പോസിറ്റീവ് വശമോ? വിജയചന്ദ്രന് മനസ്സിലായില്ല. പോലീസ് ബുദ്ധി മാറ്റിവെച്ചിട്ട് സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുക. ജയമോഹൻ തമ്പി ഒന്ന് നിർത്തി. ദുർഗാവാഹിനി അത് പറഞ്ഞതുകൊണ്ടല്ലേ ചന്ദ്രമൗലി ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് അവൻ നമ്മൾ ഓരോരുത്തരുടെ തലയെടുത്തേനെ. ചത്തുപോയവൻ എന്തു ചെയ്താലും കേസില്ലല്ലോ. എല്ലാവരുടെയും മിഴികളിൽ ഒരു വെള്ളിത്തിളക്കമുണ്ടായി. ദുർഗാവാഹിനി ചന്ദ്രമൗലിയുടെ പെങ്ങൾ. ജയമോഹൻ തമ്പിയുടെ മുഖത്ത് ഒരു കൊല്ലുന്ന ചിരിയുണ്ടായി. പെങ്ങളുടെ കഴുത്തിന് താഴെ തിളങ്ങുന്ന ഒരു സ്റ്റീൽ കത്തി വിലങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ വാന്നു വിളിച്ചാൽ മതി. മറഞ്ഞിരിക്കുന്ന ഗുഹയിൽ നിന്ന് ചന്ദ്രമൗലി പുറത്തുവരും. ജയേട്ടാ, പക്ഷേ ഒരു SP തട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല.
വെറുതെ ഇരിക്കണമെന്ന് ആര് പറഞ്ഞു? ജയമോഹൻ തമ്പിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. അവർ അന്വേഷിക്കട്ടെ. എടോ വിജയ, കോപ്പിലെ അല്ല കണ്ണൂരിലെ SP ദുർഗാവാഹിനിയെ തട്ടിയെടുത്ത് 30 ദിവസം കസ്റ്റഡിയിൽ വെക്കാനല്ല, ഏറിയാൽ 3 മണിക്കൂർ. അതിനകം ചോരമണത്ത കടുവയെപ്പോലെ ചന്ദ്രമൗലി വരും. നാട്ടുകാർക്ക് വേണ്ടി ജീവൻ കളയാൻ മടിയില്ലാത്ത ചന്ദ്രമൗലിക്ക് സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? മണി സർ. ദ്രാവിഡമണി ജയമോഹൻ തമ്പിയുടെ മുൻപിലേക്ക് വന്നു. സുർളിയിൽ നിന്ന് മണി കൊണ്ടുവന്നവനെങ്ങനെ? മിടുക്കനാ ജാനകിരാമൻ. അവൻ്റെ മാറ്റ് പരീക്ഷിക്കണ്ടേ? വേണം. എങ്കിൽ നാളെ വെളുപ്പിന് ഓപ്പറേഷൻ. പിന്നെ നമ്മുടെ ഓഫീസ് സെക്യൂരിറ്റി അയ്യപ്പൻകുട്ടിയെ ദുർഗാവാഹിനി ചെന്ന് കണ്ടുവെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. SP വിജയചന്ദ്രൻ്റെ കണ്ണുകളിൽ ഒരു നടുക്കമുണ്ടായി. അത് നമുക്ക് കെണിയ ജയേട്ട. അയ്യപ്പൻകുട്ടിയെ അന്ന് അച്ഛനെ ചാവുകുഴിയിലെ ആ ഗോഡവണിലേക്ക് പറഞ്ഞു വിട്ടത്. ഒരു സ്ത്രീയും മകളും കാണാൻ വന്നുവെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത് അയ്യപ്പൻകുട്ടി അതേപോലെ ഏറ്റുപറഞ്ഞു. അയാൾ മാപ്പുസാക്ഷിയായാൽ അത് നമുക്കുള്ള കുടുക്കാവും. അയ്യപ്പൻകുട്ടി മാപ്പുസാക്ഷിയാവണ്ട. പകരം ജയമോഹൻ തമ്പിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. പകരം അയാൾ രക്തസാക്ഷിയാവട്ടെ മണി. ഡൺ സർ. ദ്രാവിഡമണി ചിരിച്ചു. വെളുപ്പിന് 4:30 സെക്യൂരിറ്റി ജോലിക്കൊപ്പം കൊണ്ടു നടക്കുന്ന പത്രവിതരണത്തിൻ്റെ ഭാഗമായി പത്രക്കെട്ടെടുക്കാൻ മുതലമട ടൗണിലെത്തിയതായിരുന്നു അയ്യപ്പൻകുട്ടി. ശരീരം കുത്തിനോവിച്ച് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. വേറെ 1-2 പത്രം ഏജന്റുമാർ കൂടിയെത്തിയിട്ടുണ്ട്. അവർ കുറെ മാറി നിന്ന് മെഴുകുതിരി വെട്ടത്തിൽ പത്രം തരംതിരിച്ച് അടുക്കുന്നു. തൻ്റെ പിന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നത് അയ്യപ്പൻകുട്ടി അറിഞ്ഞു. അയാൾ പതിയെ തല തിരിച്ചു നോക്കി. മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. തലയിൽ മഞ്ഞ് വീഴാതിരിക്കാനായി കാവിത്തോർത്ത് വട്ടം കെട്ടിയിട്ടുണ്ട്. അയ്യപ്പൻകുട്ടിയെ നോക്കി അയാൾ സൗഹൃദത്തിൽ ഒന്ന് ചിരിച്ചു. അയ്യപ്പൻകുട്ടിയും വെറുതെ ചിരിച്ചു. ഓരോരോ വാർത്തകളെ. ചെറുപ്പക്കാരൻ പത്രം നിവർത്തി. പിന്നെ അയ്യപ്പൻകുട്ടിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ വായിച്ചു. പത്രവിതരണത്തിനിടെ ഏജന്റ് കുഴഞ്ഞുവീണ് മരിച്ചു. മുതലമട കാളിയാമ്പാറ വീട്ടിൽ അയ്യപ്പൻകുട്ടിയാണ് മരിച്ചത്. 52 വയസ്സ്. ഹൃദയാഘാതമാണെന്ന് പോലീസ് സംശയിക്കുന്നു. അറവുകാട്ട് ബിസിനസ് ഗ്രൂപ്പിൽ സെക്യൂരിറ്റിയായും അയ്യപ്പൻകുട്ടി ജോലി ചെയ്തിരുന്നു. കഠിനമായ നടുക്കത്തോടെ അയ്യപ്പൻകുട്ടി തിരിഞ്ഞു. തന്നെപ്പറ്റിയല്ലേ ഈ വാർത്ത? അയ്യപ്പൻകുട്ടി ചെറുപ്പക്കാരനെ പകച്ചു നോക്കി. അയാൾ തലയിൽ വട്ടം കെട്ടിയിരുന്ന കാവിത്തോർത്ത് അഴിച്ചെടുക്കുകയായിരുന്നു. ആരാ നീയ്? അയ്യപ്പൻകുട്ടി പേടിയോടെ ചെറുപ്പക്കാരനെ നോക്കി. ജാനകിരാമൻ. ചിരിയോടെ കാവിത്തോർത്ത് അയ്യപ്പൻകുട്ടിയുടെ മുഖത്തേക്കിട്ട് മൂടി. ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന വഴിയേ. അറവുകാട് ശിവശങ്കരൻ്റെ ദുരൂഹ മരണത്തിലെ പ്രധാന സാക്ഷിയായ അയ്യപ്പൻകുട്ടി മുതലമടയിലെ കടത്തിണ്ണയിൽ മരിച്ച നിലയിൽ. ക്യാമ്പ് ഓഫീസിലേക്ക് ഈ വാർത്ത വരുമ്പോൾ ദുർഗാവാഹിനി ഉണർന്നു കഴിഞ്ഞിരുന്നു. സമയം വെളുപ്പിന് 5:10. തൻ്റെ ഡസ്റ്റർ വാനിൽ ദുർഗാവാഹിനി ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന കറുത്ത ടീഷർട്ടും ജീൻസുമായിരുന്നു ദുർഗാവാഹിനിയുടെ വേഷം. കനത്ത ഇരുട്ടായിരുന്നു വഴിയിൽ. മുതലമട ടൗൺ അടുത്തതും ഇടതുവശത്തെ മാമ്പഴത്തോട്ടത്തിൽ നിന്ന് ഒരാൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ദുർഗാവാഹിനി കണ്ടു. ചെറുപ്പക്കാരനാണ്. അയാൾ റോഡിന് നടുവിലേക്ക് കയറി നിന്ന് കൈനീട്ടി. ദുർഗാവാഹിനി വണ്ടി നിർത്തി. ചെറുപ്പക്കാരൻ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ഭ്രാന്തനാണോ? ദുർഗാവാഹിനി ഡോർ തുറന്നിറങ്ങി. ആരാ നീയ്? ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ ചിരിച്ചു. അയാൾ ഒരു കൈ പിന്നിലേക്ക് മടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്താ ഈ സമയത്ത് താനിവിടെ? എന്തിനാ വണ്ടിക്ക് കൈ കാണിച്ചത്? ഒരു സംശയം ചോദിക്കാനാ. എന്ത് സംശയം? ചെറുപ്പക്കാരൻ കൈ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഒരു ചെറിയ മഴുവായിരുന്നു കയ്യിൽ. ദുർഗാവാഹിനിയുടെ കണ്ണുകളിടുങ്ങി. കയ്യിൽ മഴു കണ്ടതുകൊണ്ട് പരശുരാമനാണെന്ന് മാഡം കരുതണ്ട. എൻ്റെ പേര് ജാനകിരാമൻ. സംശയം എന്താന്ന് വെച്ചാൽ ഈ മഴുവിന് നല്ല മൂർച്ചയുണ്ടോന്നാ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ? ജാനകിരാമൻ മഴു ഓങ്ങി ഒറ്റ വെട്ടുവെട്ടി. പോലീസ് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഉടഞ്ഞു ചിതറിപ്പോയി. അധ്യായം 37. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമായതിനാൽ ദുർഗാവാഹിനി നടുങ്ങിപ്പോയി. അടുത്ത നിമിഷം ദുർഗാവാഹിനി പിന്നോട്ടൊന്നു വലിഞ്ഞു. പിന്നെ വായുവിലേക്കൊന്ന് പറന്നുയർന്നു. കാൽമുട്ടുകൊണ്ട് ജാനകിരാമൻ്റെ മുഖമടച്ചായിരുന്നു അടി. നിലതെറ്റി ജാനകിരാമൻ വീണുപോയി. ദുർഗാവാഹിനി മിന്നൽ പോലെ വാനിനുള്ളിലേക്ക് കയറി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഡസ്റ്റർ വാൻ മുൻപോട്ടുരുണ്ടതും ജാനകിരാമൻ വായുവിലൂടെ പറന്നു വരുന്നത് ദുർഗാവാഹിനി കണ്ടു. വാനിൻ്റെ ബോണറ്റിലേക്കാണ് ജാനകിരാമൻ വന്നു വീണത്. അവിടെ കിടന്നുകൊണ്ട് അയാൾ ദുർഗാവാഹിനിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഡസ്റ്റർ വാൻ ഇടംവലം ഒന്ന് പുളഞ്ഞ് ഇടതുവശത്തെ മാവിൻ തോപ്പിലേക്ക് കയറി.
ഒരു മരത്തിലേക്ക് ചെന്ന് ഡസ്റ്റർ വാനിൻ്റെ മൂക്ക് ഇടിച്ചു നിന്നു. വണ്ടിയുടെ വൈപ്പറുകളിൽ ഒന്നൊടിച്ചുകൊണ്ട് ജാനകിരാമൻ മാവിൻ തോട്ടത്തിലേക്ക് തെറിച്ചു പോകുന്നത് ദുർഗാവാഹിനി കണ്ടു. നായിൻ്റെ മോനെ, തോക്കെടുത്തുകൊണ്ടാണ് ദുർഗാവാഹിനി ഇറങ്ങിയത്. തുരുതുര വെടിപൊട്ടി. മാവിൻ തോപ്പ് പക്ഷെ ശൂന്യമായിരുന്നു. വെളുപ്പാൻ കാലത്തെ തണുപ്പിലും ദുർഗാവാഹിനിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. 4 ചൂടുകൂടി ദുർഗാവാഹിനി മുൻപോട്ട് വെച്ചതേയുള്ളൂ. തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു സീൽക്കാരം ദുർഗാവാഹിനി കേട്ടു. മുകളിലേക്ക് നോക്കും മുമ്പ് ഒരു വീശുവല പറന്ന് താഴേക്ക് വന്നു. കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചുപോയി. വല ഒന്നു മുറുകി. ദുർഗാവാഹിനി നിലതെറ്റി താഴേക്ക് വീണു. കുതിർന്നത് അനുസരിച്ച് വല മുറുകി. പതിഞ്ഞ കാലടി ഒച്ച കേട്ടു. നേർത്ത ഒരു ചിരിയോടെ ജാനകിരാമൻ നടന്നു വന്നു. അയാൾ പതിയെ ദുർഗാവാഹിനിയുടെ അരികിലേക്കിരുന്നു. വീഴ്ചയ്ക്കിടയിൽ ജാനകിരാമൻ്റെ നെറ്റിയിൽ നിന്നുണ്ടായ മുറിവിൽ നിന്ന് ചോര മുഖത്തേക്ക് ഇറ്റിറങ്ങിക്കൊണ്ടിരുന്നു. എന്നമോ ഏതോ ഒരു തമിഴ് പാട്ട് പാടിക്കൊണ്ട് ജാനകിരാമൻ വലതുകൈയുടെ ചൂണ്ടുവിരൽ ദുർഗാവാഹിനിയുടെ മുഖത്തിനു നേരെ ചൂണ്ടി. രാമനുക്ക് വില്ല്, വില്ലയ്ക്കുള്ള അമ്പ് പോട്ടാൽ എല്ലാവരുമേ സ്റ്റില്ല്. വനത്തിലെ ഗസ്റ്റ് ഹൗസിലേക്ക് തണുത്ത കാറ്റ് പതിയെ പറന്നു വരുന്നുണ്ടായിരുന്നു. ചൂട് പുട്ടും കടലക്കറിയും നന്നേ പഴുത്ത ഞാലിപ്പൂവൻ പഴവുമായിരുന്നു രാവിലെ ഭക്ഷണത്തിന്. ചിലങ്ക വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ച് ചന്ദ്രമൗലി എണീറ്റു. കൈ കഴുകിയിട്ട് ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് വന്നു. 8 മണിയായിട്ടും മഞ്ഞ് വിട്ടുമാറിയിട്ടില്ല. വരാന്തയിൽ ഉമാശങ്കരി ഇരിപ്പുണ്ടായിരുന്നു. അരികെ പവിത്രജ്വാല. ചന്ദ്രമൗലിയെ കണ്ടതും പവിത്രജ്വാല ആദരവോടെ എണീറ്റു. അമ്മയിരുന്ന് മഞ്ഞുകൊണ്ട് രസിക്കുവാണോ? ചന്ദ്രമൗലി ഉമാശങ്കരിയെ നോക്കി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നടാ. എന്ത്? നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച്. ആരുടെ കല്യാണത്തെക്കുറിച്ച്? പോടാ അവിടുന്ന്. ഉമാശങ്കരി ചന്ദ്രമൗലിയുടെ ചുമലിൽ നോവിക്കാതെ ഒന്നടിച്ചു. അവനൊന്നും അറിയില്ല. ഉമാശങ്കരി ചിരിച്ചു. എടാ, നിന്റെ ചിലങ്കയുടെ കല്യാണത്തിൻ്റെ കാര്യം. നാണം കലർന്ന ഒരു ചിരിയോടെ ചിലങ്ക വരാന്തയിലേക്ക് വന്നു. എൻ്റെ അമ്മേ, ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞില്ലേ, നമുക്കത് ഉടനെ നടത്താം. ദേ, അമ്മ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നതുകൊണ്ടാവും ഇവളിപ്പം തന്നെ ഒരു ഭാര്യയാണെന്ന മട്ടില നടപ്പ്. ചന്ദ്രമൗലി ചിരിയോടെ ചിലങ്കയെ നോക്കി. ചിലങ്ക നാണിച്ച് തല തിരിച്ചു കളഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം മൗലി, നമ്മുടെ ദുർഗമ്മോളുടെയും പിന്നെ ഈ പവിത്രയുടെയും ഒക്കെ കല്യാണം നടത്താൻ. ഇവള് പിന്നെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പ റാവുവിൻ്റെ മകൻ തിരുപ്പതി. ഇത്തവണ നാണിച്ചു ചുവന്നത് പവിത്രജ്വാലയാണ്. അമ്മ എല്ലാവരുടെയും കല്യാണം നടത്തിയടങ്ങൂ അല്ലേ? ഒരു കല്യാണമൊക്കെ കഴിക്കുമ്പോഴാ മൗലി ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുന്നത്. എങ്കിൽ പിന്നെ ഞങ്ങൾ മക്കളെല്ലാം ചേർന്ന് അമ്മയുടെ കല്യാണം കൂടങ്ങ് നടത്തിയല്ലോ. അല്ലെങ്കിൽ പിന്നീട് അമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? പൊടുന്നനെ ഉമാശങ്കരിയുടെ കണ്ണുകൾ നിറഞ്ഞു. 18ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം ഒരു അർച്ചന പുഷ്പത്തിൻ്റെ പരിശുദ്ധിയോടെ ഒരു മനുഷ്യൻ്റെ കാൽക്കൽ വെച്ച് കൊടുത്തതാ. നിന്റെ അച്ഛൻ്റെ അറുവുകാട് ശിവശങ്കരൻ്റെ. സമൂഹത്തിന് അറിയില്ലായിരുന്നു ഞാൻ ശിവശങ്കരൻ്റെ ഭാര്യയാണെന്ന്. എന്നാലും ഈ ജന്മവും അടുത്ത ജന്മവും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നാൽ മതി. പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉമാശങ്കരിയുടെ കണ്ണുകൾ തുളുമ്പിയൊഴുകി. അയ്യോ, അപ്പോഴേക്കും എൻ്റെ തൊട്ടാവാടി അമ്മ കരഞ്ഞോ? ചന്ദ്രമൗലി ഉമാശങ്കരിയുടെ ചുമലിലൂടെ കൈയിട്ടു. എൻ്റെ അമ്മ അടുത്ത ജന്മവും അതിൻ്റെ അടുത്ത ജന്മവുമൊക്കെ അച്ഛൻ്റെ ഭാര്യയായിരുന്നോ? സമ്മതിച്ചു. അറുവുകാട് ശിവശങ്കരനെക്കുറിച്ച് ഓർത്തപ്പോൾ ചന്ദ്രമൗലിയുടെ കണ്ണുകളിൽ ഒരു പുകച്ചിലുണ്ടായി. എപ്പോഴെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു. അച്ഛൻ തേടി നടക്കുന്ന മകൻ ഞാനാണെന്ന്, അമ്മയും പെങ്ങളും ജീവിച്ചിരിപ്പുണ്ടെന്ന്. അടുത്തു നിൽക്കുമ്പോൾ 1000 തവണ ഹൃദയം അലറി ആർത്തിട്ടുണ്ട് അച്ഛ എന്ന് വിളിക്കാൻ. പക്ഷേ കാട്ടുപാതയിലൂടെ ഒരു വാഹനം വരുന്നതിൻ്റെ ഇരമ്പൽ കേട്ടു. ചന്ദ്രമൗലി തലതിരിച്ചു. ഒരു ജീപ്പ് അലറിപ്പാഞ്ഞു വരുന്നു. ചന്ദ്രമൗലിയുടെ കണ്ണുകൾ ഇടുങ്ങി. ദേവരാജൻ്റെ ജീപ്പാണ്. ഇളകിപ്പൊളിഞ്ഞു കിടക്കുന്ന കാട്ടുപാതയിലൂടെ ഇത്രയും വേഗത്തിൽ ദേവരാജൻ്റെ ജീപ്പ് പാഞ്ഞു വരണമെങ്കിൽ അതിനർത്ഥം അടിയന്തര പ്രാധാന്യമുള്ള എന്തോ ഒരു വിഷയമുണ്ട്. ചന്ദ്രമൗലി ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങി. ജീപ്പ് പാഞ്ഞു വന്ന് മുറ്റത്തിൻ്റെ അതിരുതിരിക്കുന്ന തഴുതാമ ചെടികൾക്ക് ഇടയിലേക്ക് കയറി നിന്നു. വണ്ടിയിൽ നിന്ന് ദേവരാജൻ ചാടിയിറങ്ങി. മൗലി. എന്താ ദേവ? ചന്ദ്രമൗലി ധൃതിയിൽ മുൻപോട്ട് വന്നു. ദേവരാജൻ വരാന്തയിലിരിക്കുന്ന ഉമാശങ്കരിയെയും പവിത്രജ്വാലയെയും നോക്കി. ദേവരാജൻ്റെ മുഖത്തായിരുന്നു പവിത്രജ്വാലയുടെ കണ്ണുകൾ. പവിത്രയും പതിയെ എണീറ്റ് മുറ്റത്തേക്ക് ചെന്നു. മൗലി, ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചായിരുന്നു. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് ദേവരാജന് പിടികിട്ടിയില്ല. ഇവിടെ ചില നേരത്ത് റേഞ്ച് കാണില്ലെന്ന് അറിഞ്ഞുകൂടെ ദേവ? എന്താ പ്രശ്നം? മൗലി, അത്
ദേവരാജൻ വെക്കി. കാര്യം പറ ദേവ. മൗലി അക്ഷമനായി. അത് ദുർഗ. ചന്ദ്രമൗലിയുടെ മിഴികൾ കൂർത്തു. വണ്ടി തല്ലി തകർത്ത രീതിയിൽ മുതലമട റോഡിൽ നിന്ന് കിട്ടി. ദുർഗ മിസ്സിങ്ങ. പിന്നെ സെക്യൂരിറ്റി അയ്യപ്പൻകുട്ടി വെളുപ്പിനെ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്നും അതല്ല ആരോ കൊന്നതാണെന്നും ഒക്കെ കേൾക്കുന്നു. മിഴികൾ ഇറുക്കിയടച്ച് ചന്ദ്രമൗലി ഒരു നിമിഷം നിന്നു. പിന്നെ പതിയെ മിഴികൾ തുറന്നു. പോവാം. ഒടുക്കത്തെ കളിക്ക് വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. ചന്ദ്രമൗലി തലതിരിച്ച് വരാന്തയിൽ നിൽക്കുന്ന ചിലങ്കയെ ഒന്ന് നോക്കി. സങ്കടം കൊണ്ട് ചന്ദ്രമൗലിയുടെ കണ്ണുകളൊന്ന് പിടച്ചു. പാവം, ഒരു താലി സ്വപ്നം കണ്ട് ഇരിക്കുകയാണ്. ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം. ഉമാശങ്കരിയെയും ചിലങ്കയെയും നോക്കി പറഞ്ഞിട്ട് ചന്ദ്രമൗലി ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉമാശങ്കരി അന്താളിപ്പോടെ എണീറ്റു. ഒന്നുമില്ല ദേവ. ചന്ദ്രമൗലി തലതിരിച്ച് ദേവരാജനെ നോക്കി. നീയും നമ്മുടെ ഫുൾ ടീമും ഇവിടെ കാണണം. മൗലി, നീ ഒറ്റയ്ക്ക് മതി. സ്വിച്ച് കീ തിരിച്ച് ചന്ദ്രമൗലി ജീപ്പ് സ്റ്റാർട്ടാക്കി. അണ്ണാ. പവിത്രജ്വാല ചന്ദ്രമൗലിയുടെ അടുത്തേക്ക് വന്നു. ഞാനും വരുന്നു. പവിത്രേ, നീ? ചന്ദ്രമൗലി അമ്പരന്നുപോയി. ദുർഗ മാഡത്തിന് അപകടം പറ്റുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ സുപ്പീരിയർ ആയിരുന്നു അവർ. ചന്ദ്രമൗലിയുടെ അനുമതിക്ക് കാക്കാതെ പവിത്രജ്വാല ജീപ്പിലേക്ക് കയറി. ചന്ദ്രമൗലി പിന്നെ ഒന്നും പറഞ്ഞില്ല. തഴുതാമച്ചെടികൾ ചതച്ചരച്ചുകൊണ്ട് ജീപ്പ് സ്റ്റാർട്ടായി. പിന്നെ പാഞ്ഞുപോയി. കണ്ണു തുറന്നപ്പോൾ ആകാശം തൻ്റെ കാൽച്ചൂട്ടിലാണെന്ന് ദുർഗാവാഹിനിക്ക് ആദ്യം തോന്നി. പിന്നീടാണ് മനസ്സിലായത് തന്നെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണെന്ന്. ദുർഗാവാഹിനി ഉണരുന്നതും കാത്തിരിക്കുകയായിരുന്നു പൂപ്പതി രാമണ്ണയും SP വിജയചന്ദ്രനും. ദേ ഉണർന്നു. പൂപ്പതി രാമണ്ണ വിജയചന്ദ്രനെ നോക്കി. രണ്ടുപേരും എഴുന്നേറ്റ് ദുർഗാവാഹിനിയുടെ നേരെ ചെന്നു. എടി. വിജയചന്ദ്രൻ ദുർഗാവാഹിനിയുടെ ശരീരം പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. താഴെ തീ കൂട്ടി നിന്നെ ഇവിടെയിട്ട് ചുടാൻ പോവുക. കാട്ടുമുയലിനെ ചുടുന്നതുപോലെ. അത് കാണാൻ അവനെയും വിളിച്ചു വരുത്തും. നിന്റെ ചേട്ടനെ, ചന്ദ്രമൗലിയെ. പേടിച്ചില്ല. ദുർഗാവാഹിനി ചിരിച്ചു. രാമണ്ണയുടെയും വിജയചന്ദ്രൻ്റെയും മുഖത്ത് ഒരമ്പരപ്പുണ്ടായി. നീ പേടിച്ചോളും, കരഞ്ഞു കാല് പിടിച്ചോളും. അതിനുള്ള പണി എൻ്റെ കയ്യിലുണ്ട്. നീ പോടാ. ദുർഗാവാഹിനി മിഴികൾ അടച്ചു കളഞ്ഞു. മുഖത്ത് അടിയേറ്റതുപോലെ വിജയചന്ദ്രൻ ഒരു നിമിഷം നിന്നു. പിന്നെ തിരിഞ്ഞു. വിജയ. പൂപ്പതി രാമണ്ണ വിജയചന്ദ്രൻ്റെ പിന്നിലെത്തി. ആങ്ങളെക്കാളും മനക്കെട്ട് കൂടിയ എനമ ഈ പെണ്ണ്. ഇവളെ വെച്ച് വില പേശിയിട്ട് ചന്ദ്രമൗലി വന്നില്ലെങ്കിൽ അവൻ വരും. വിജയചന്ദ്രൻ ചിരിച്ചു. അതിനുള്ള ഒരു തുറുപ്പ് ചീട്ട് ഞാൻ വേറെ ഇറക്കിക്കഴിഞ്ഞു. വിജയചന്ദ്രൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് രാമണ്ണയ്ക്ക് മനസ്സിലായില്ല. സെക്യൂരിറ്റി അയ്യപ്പൻകുട്ടിയുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ 5:30 കഴിഞ്ഞു. ശക്തമായ മഴയും കാറ്റുമായിരുന്നു. ചുറ്റും ഇരുട്ട്. ഇരുട്ടിലൂടെ അറവുകാട് ശിവശങ്കരൻ്റെ ഭാര്യ രേവതിയും ഉണ്ണിമായയും കയറിയ കാർ പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു. അയ്യപ്പൻകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിച്ച് മടങ്ങുകയായിരുന്നു അവർ. വണ്ടി കുറെ കൂടി മുൻപോട്ട് ചെന്നതും റോഡിന് നടുവിൽ ഒരു കണ്ടെയ്നർ ലോറി കിടക്കുന്നത് കണ്ടു. കാറിന് കടന്നു പോവാൻ പറ്റില്ല. പണിയായെന്ന് തോന്നുന്നു മാഡം. പറഞ്ഞിട്ട് ഡ്രൈവർ മഴയിലേക്കിറങ്ങി. അധ്യായം 38. രാത്രി. മഴയിലൂടെ 2 പോലീസ് ജീപ്പുകൾ ചീറി വന്നു. മുതലമട റോഡിലേക്ക് തിരിഞ്ഞ് വണ്ടികൾ നിന്നു. DYSP കുരുവിള ജോണിൻ്റെ നേതൃത്വത്തിൽ പോലീസുകാർ ഇറങ്ങി. അറവുകാട് ശിവശങ്കരൻ്റെ ഭാര്യ രേവതിയും ഉണ്ണിമായയും വന്ന കാർ റോഡിൽ അനാഥമായി കിടപ്പുണ്ടായിരുന്നു. നാഗരാജു. കുരുവിള മഴയിലേക്കിറങ്ങി. പോയി നോക്കടോ, വല്ല തുരുമ്പോ കിട്ടുമോന്ന്. സർക്കിൾ ഇൻസ്പെക്ടർ നാഗരാജു മഴ നനഞ്ഞ് കാറിന് നേരെ നടന്നു. വണ്ടിയുടെ ഡോറുകൾ തുറന്നു കിടക്കുകയായിരുന്നു. രേവതിയുടെ വാനിറ്റി ബാഗ് സീറ്റിൽ കിടപ്പുണ്ട്. ഉണ്ണിമായയുടേതാണെന്ന് തോന്നിക്കുന്ന ഒരു ജോഡി ചെരുപ്പ് റോഡിൽ കിടപ്പുണ്ട്. നാഗരാജു തിരികെ കുരുവിളയുടെ അടുത്തേക്ക് വന്നു. ബലം പ്രയോഗിച്ച് ആരോ പിടിച്ചുകയറ്റിക്കൊണ്ടു പോയതാണ് സർ. അതിനുള്ള എല്ലാ തെളിവുകളും പ്രത്യക്ഷത്തിലുണ്ട്. ഒന്ന് നിർത്തിയിട്ട് നാഗരാജു മുഖം കവിഞ്ഞൊഴുകിയ വെള്ളം തുടച്ചു. ആരായിരിക്കും സാർ? വേറെ ആര്? കുരുവിളയുടെ കണ്ണുകൾ ഇടുങ്ങി. അറവുകാട് ശിവശങ്കരൻ്റെ മരുമക്കൾ തന്നെ. കൂട്ടിന് രാമണ്ണയും മക്കളും. SP-യെ കാണാതായതിന് പിന്നിലും അവർ തന്നെയാ. രാവിലെ മുതൽ പോലീസ് വണ്ടികൾ ഈ റൂട്ടിൽ തലങ്ങും വിലങ്ങും പായുന്നത് കണ്ട് പത്രക്കാർ ചോദിച്ചു തുടങ്ങി, എന്താ കോളെന്ന്. നാഗരാജു ഒന്ന് നിർത്തി. SP-യെ കാണാനില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമതേ ക്രമസമാധാനമില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ബഹളമാ. അതിൻ്റെ ഇടയിൽ ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ, അതും ഒരു യുവതിയെ കാണാനില്ല എന്നുകൂടി പറഞ്ഞാൽ
പോലീസ് സൂപ്രണ്ടിന് പോലും രക്ഷയില്ലാത്തിടത്ത് നാട്ടുകാർക്ക് എന്നെ കോപ്പ് രക്ഷയെന്ന് അവർ ചോദിക്കും. സാറേ, ചന്ദ്രമൗലി വരുമോ? നാഗരാജു കുരുവിളയുടെ കണ്ണുകളിലേക്ക് നോക്കി. അടുത്ത നിമിഷം ഒരു കൂറ്റൻ മിന്നൽ ആകാശഭിത്തി പിളർന്ന് താഴേക്ക് വന്നു. ഒരു നിമിഷത്തേക്ക് ചുറ്റും നീല നിറമായി. അതിന് പിന്നാലെ കാതടപ്പിക്കുന്ന ഇടിയൊച്ചയും. മൗലി വരും. കുരുവിളയുടെ മുഖം വലിഞ്ഞു മുറുകി. ഇടിമിന്നൽ പോലെ വരും. പോലീസ് വണ്ടികൾ സ്റ്റാർട്ടായി. ചാറ്റൽ മഴയിലേക്ക് ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം ചിതറി വീണുകൊണ്ടിരുന്നു. അല്പം മുൻപോട്ട് ചെന്നതും ഡിവൈഎസ്പി കുരുവിള ജോൺ ബ്രേക്കിൽ കാലമർത്തി. റോഡരികിൽ കിടന്ന ജീപ്പിന്റെ മറവിൽ നിന്നിറങ്ങി ഒരു പെൺകുട്ടി കൈ നീട്ടുന്നത് കണ്ടു. കുരുവിളയുടെ നെറ്റി ചുളിഞ്ഞു. പെൺകുട്ടിയിൽ നിന്ന് അല്പം അകലം വിട്ട് സുമോ നിന്നു. പവിത്ര ജ്വാലയായിരുന്നു അത്. പവിത്ര സുമയുടെ അടുത്തേക്ക് വന്നു. പിന്നെ കുരുവിളയെ സല്യൂട്ട് ചെയ്തു. സർ. അടുത്ത നിമിഷം തീപ്പൊട്ടുകൾ മിന്നി. 4 വോയേജർ വാനുകൾ കൂടി ഇരച്ചു വന്നു. വാനുകൾ പവിത്ര ജ്വാലയുടെ ജീപ്പിന് പിന്നിലായി നിന്നു. ആന്ധ്രാപ്രദേശ് ടീമാ സാറേ. പവിത്ര ജ്വാല കുരുവിളയെ നോക്കി. മൗലിക്ക് വേണ്ടി 2 ദിവസം മുൻപേ അവർ അവിടുന്ന് പുറപ്പെട്ടതാ. എന്നിട്ട് ചന്ദ്രമൗലി എവിടെ? കുരുവിള അമ്പരപ്പോടെ പവിത്ര ജ്വാലയെ നോക്കി. മൗലി ഈ സിറ്റിയിലുണ്ട്. എന്താ മൗലിയുടെ പദ്ധതി? പറഞ്ഞില്ല. ഇനി അവശേഷിക്കുന്നത് ശത്രുക്കളുമായുള്ള അവസാന മുഖാമുഖമാണെന്ന് പറഞ്ഞു. ബുദ്ധിമോശം കാണിക്കരുതെന്ന് പറയ് മൗലിയോട്. കാണാതായവർക്കു വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. മൗലി എടുത്തു ചാടി സ്വന്തം തല ശത്രുക്കളുടെ കഷത്തിൽ വെച്ച് കൊടുക്കരുതെന്ന് പറയ്. ഞാൻ പറഞ്ഞതാ സർ. പക്ഷേ എന്താണ് മൗലിയുടെ പദ്ധതിയെന്ന് അറിയില്ല. മൗലി തൻ്റെ ആളുകളോട് 4 പഴയ ലോറികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിന്? എനിക്കറിയില്ല. മൗലിയുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. എന്തോ ഓപ്പറേഷൻ നടത്തണമെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ ശത്രുക്കൾ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തണ്ടേ? മൗലിക്ക് ചില ഊഹങ്ങളുണ്ട് സർ. ഇത്തവണ മൗലി ഊഹിക്കുന്നതിനും അപ്പുറമാണ് പവിത്രേ കളികൾ. ശത്രുക്കൾ രണ്ടും കൽപ്പിച്ച ഒരു SP അവർ തട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ. സർ, മാഡത്തിന്. ശരിക്കും പവിത്രയുടെ മാഡമല്ല ഇപ്പോൾ ദുർഗാവാഹിനി. ഞങ്ങളുടെ മാഡമാ. പോലീസിൻ്റെ ആത്മാഭിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച മാഡം. ദുർഗാ മാഡം എനിക്ക് മകളെ പോലെയാ. എന്തു വില കൊടുത്തും കണ്ടെത്തിയിരിക്കും ഞങ്ങൾ. ആന്ധ്രയിൽ നിന്നുള്ള 30 പേർ വിത്ത് വെപ്പൺസ്. പവിത്ര ജ്വാല പതിയെ തിരിഞ്ഞ് വോയേജർ വാനിന് നേരെ നോക്കി. പാലക്കാട്ടെയും കോയമ്പത്തൂരെയും 1.5 ചക്രത്തിൻ്റെ ഗുണ്ടകളല്ല. ആന്ധ്രയിലെ പുകയിലപ്പാടങ്ങളുടെ കാവൽക്കാർ മുതൽ ദുർഗാ മാഡത്തിൻ്റെ അണ്ടറിൽ നിന്ന് മാവോയിസ്റ്റുകളെ നേരിട്ട പോലീസ് കമാൻഡോകൾ വരെ അക്കൂട്ടത്തിലുണ്ട്. ദുർഗാ മാഡത്തിനു വേണ്ടി മരിക്കാനും തയ്യാറായി വന്ന ഒരു ചാവേർ സൈന്യം. അത്ഭുതം കൊണ്ട് വായ്പിളർന്ന അവസ്ഥയിലായിരുന്നു കുരുവിള. അടുത്ത നിമിഷം അയാളുടെ കണ്ണുകളിലെ ഉത്സാഹം വീണ്ടും കെട്ടു. നേർക്കുനേർ ഒരു യുദ്ധമാണെങ്കിൽ ഇത് ഓക്കെയാ പവിത്രേ. പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3 പേർ ശത്രുക്കളുടെ കയ്യിലാ. അവരുടെ ജീവനു മീതെ കത്തിവെച്ച് ശത്രുക്കൾ വിലപേശുമ്പോൾ. കുരുവിള ഒന്ന് നിർത്തി. പിന്നെ പതിയെ തലകുലുക്കി. മൗലി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവൻ ചന്ദ്രമൗലിയല്ലേ? സംഹാരത്തിൻ്റെ അവതാരം. തോൽക്കില്ല മൗലി. മാനത്ത് ഒരു മിന്നൽ പൊളഞ്ഞു. ചന്ദ്രമൗലിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഉമാശങ്കരിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിരുന്നു. പകൽ വീടിന് ചുറ്റും കണ്ട കാഴ്ചകൾ അവരെ അത്രയ്ക്ക് അമ്പരപ്പിച്ചിരുന്നു. ദേവരാജന്റെ നേതൃത്വത്തിൽ 40ഓളം വരുന്ന ഒരു സംഘം വീടിൻ്റെ അതിരുകൾ വളഞ്ഞ് കാവൽ നിൽക്കുന്നു. 3 വാഹനങ്ങൾ ഏതു നിമിഷവും പുറപ്പെടാൻ സജ്ജമായി നിൽക്കുന്നു. പകൽ ഇവിടെ നിന്ന് പോയ മൗലി തിരിച്ചു വന്നത് ഇപ്പോൾ രാത്രി ഏറെ വൈകി. എന്താ മോനെ? ഉമാശങ്കരി ആദിയോടെ ചന്ദ്രമൗലിയെ നോക്കി. ഒന്നുമില്ല. ചന്ദ്രമൗലി പുഞ്ചിരിച്ചു. അമ്മ എനിക്ക് ഒരു കാപ്പി എടുത്തു വെച്ചേ. ഞാൻ പോവാ. ഈ രാത്രിയിലോ? രാത്രിയിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ രാത്രിയിൽ ചെയ്തല്ലേ പറ്റൂ. എടി. ചന്ദ്രമൗലി തിരിഞ്ഞ് ചിലങ്കയെ നോക്കി. നീ എന്താ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ചിലങ്കയുടെ മിഴികൾ തുളുമ്പി. കരഞ്ഞു പോവുമെന്ന് തോന്നിയപ്പോൾ ചിലങ്ക വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. ചന്ദ്രമൗലി മുറിയിലെത്തിയപ്പോൾ ചിലങ്ക ഭിത്തിയിലേക്ക് നെറ്റിമുട്ടിച്ചു നിൽക്കുകയായിരുന്നു. ഏങ്ങലിൽ ചുമൽ വിറയ്ക്കുന്നുണ്ട്. എടി. ചന്ദ്രമൗലി പതിയെ ചിലങ്കയുടെ ചുമലിൽ പിടിച്ചു തിരിച്ചു. മൗലി. ചിലങ്ക കരഞ്ഞുകൊണ്ട് ചന്ദ്രമൗലിയുടെ നെഞ്ചിലേക്ക് മുഖം പൊത്തി. എനിക്കറിയാം, എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? ചന്ദ്രമൗലി കൈത്തലങ്ങൾ കൊണ്ട് ചിലങ്കയുടെ പുറത്ത് അമർത്തിപ്പിടിച്ചു. ദുർഗയെയും അറുവുകാട്ട രേവതിയമ്മയെയും ഉണ്ണിമോളെയും കാണാനില്ല. ചിലങ്കയുടെ ശരീരം ഒരു നടുക്കത്തിലൊന്ന് കുലുങ്ങിയത് ചന്ദ്രമൗലി അറിഞ്ഞു. അറുവുകാട്ടെ വിജയചന്ദ്രനും ജയമോഹൻ തമ്പിയും പിന്നെ പൂപ്പതിക്കാരും ചേർന്നുള്ള കളിയാ. അവർക്കു വേണ്ടത് എന്നെയും. മൗലി.
ചിലങ്ക വിതുമ്പിക്കരഞ്ഞു. നമുക്കൊന്നിച്ച് ജീവിക്കാൻ വിധിയില്ലേ മൗലി? വിധി. ചന്ദ്രമൗലി ഒന്ന് ചിരിച്ചു. കർപ്പൂരത്തിൻ്റെ പുകയടിച്ചതുപോലെ ചന്ദ്രമൗലിയുടെ കണ്ണുകളിലേക്ക് ആവി തിങ്ങി വന്നു. പെട്ടെന്ന് ഓർത്തതുപോലെ ചന്ദ്രമൗലി ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്തു. പേഴ്സിനുള്ളിൽ മഞ്ഞ ചരടിൽ കോർത്ത് ഒരു ആലില താലി ഉണ്ടായിരുന്നു. നിനക്ക് വാങ്ങിവെച്ചതാ. ചന്ദ്രമൗലി അതെടുത്തുകൊണ്ട് ചിലങ്കയെ നോക്കി. ഇനി തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ? ചന്ദ്രമൗലി പറഞ്ഞു വന്നത് പാതി വഴിക്ക് നിർത്തിക്കളഞ്ഞു. പിന്നെ താലി ചിലങ്കയുടെ കഴുത്തിൽ കെട്ടി. ചിലങ്കയെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. വാരിയെല്ലുകൾ ഒടിയും പോലെ ഒരു ആലിംഗനം. ശ്വാസം മുട്ടി പിടയുന്നതുവരെ മുഖം പൊതിഞ്ഞ് കുറേ ഉമ്മകൾ. പോട്ടേടി ഭാര്യയെ. ചിലങ്കയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ചന്ദ്രമൗലി തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പുറത്ത് ഉമാശങ്കരി നിൽപ്പുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണിൽ നോക്കാതെ ചന്ദ്രമൗലി കാപ്പി ഗ്ലാസ് വാങ്ങി. പിന്നെ തിളച്ച കാപ്പി ഒറ്റ വലിക്ക് കുടിച്ചു. ഒരിടം വരെ പെട്ടെന്ന് ചെല്ലണം, അതാ. ചന്ദ്രമൗലി ഇരുട്ടിലേക്കിറങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് ചിലങ്കയെ നോക്കി. അമ്മയെ നോക്കിക്കോണം പറഞ്ഞിട്ട് ചന്ദ്രമൗലി ധൃതിയിൽ നടന്നു. തിരിഞ്ഞു നോക്കരുതെന്ന് ചന്ദ്രമൗലിക്ക് നിർബന്ധമുള്ളതുപോലെ ചിലങ്കയ്ക്ക് തോന്നി. നടക്കുന്നതിനിടയിൽ തന്നെ ചന്ദ്രമൗലി മൊബൈൽ ഫോണിൽ SP വിജയചന്ദ്രൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കാത്തിരുന്നതുപോലെ മറുവശത്ത് ഫോൺ എടുത്തു. മൗലി. മറുവശത്ത് നിന്ന് വിജയചന്ദ്രൻ്റെ ചിരി കേട്ടു. നീയൊരു ഇൻ്റർനാഷണൽ നായൻ്റെ മോനാണടാ. ചത്തിട്ടും 3-ാം പക്കം ഉയർത്തെണീറ്റ് വന്നവൻ. വാ വേഗം വാ. നിന്റെ രേവതി അമ്മയും ഉണ്ണിമോളും പൊന്നുപെങ്ങള് ദുർഗാവാഹിനിയുമൊക്കെ ഞങ്ങളുടെ മുൻപിലുണ്ട്. നായകൻ്റെ വേണ്ടപ്പെട്ട സ്ത്രീജനങ്ങളെ തട്ടിയെടുത്ത് വില്ലൻ നായകനെ വിളിച്ചു വരുത്തുന്നു. മലയാള സിനിമയും നോവലുമൊക്കെ ഉണ്ടായ കാലം മുതൽക്കേയുള്ള ക്ലീഷേ കൺസെപ്റ്റ്. വാചകമടിക്കാതെ വാടപെട്ടി. SP വിജയചന്ദ്രൻ ചീറി. ഞങ്ങളിവിടെ ചാവുകുഴിയിലെ ടൊയോട്ട ഗരാജിലുണ്ട്. ഇവിടെ വെച്ച നിന്റെ തന്ത അറവുകാട് ശിവശങ്കരനെ ഞങ്ങൾ തീർത്തത്. നിന്നെയും ഇവിടെ വെച്ച് തന്നെ തീർക്കും. വെളച്ചിലെടുക്കാതെ ഒറ്റയ്ക്ക് വന്നോണം. വന്നില്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ ഇവിടെ 3 ശവങ്ങൾ. ഞാൻ വരും. ചന്ദ്രമൗലിയുടെ മുഖം മുറുകി. കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്കിട്ടു. പകച്ച മിഴികളോടെ ദേവരാജൻ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. മൗലി, നീ ഒറ്റയ്ക്ക്? എന്താ നിന്റെ പദ്ധതി? യുദ്ധം തീരാൻ 1-2 മണിക്കൂറേ ഉള്ളൂ. കണ്ടോ നീ? മൗലി, ഞാനും കൂടി. വേണ്ട, നീ ഇവിടെ കാണണം. എൻ്റെ അമ്മയ്ക്കും ചിലങ്കയ്ക്കും കൂട്ടായി. ഞാൻ അറവുകാട്ടുകാരെയും പൂപ്പതിക്കാരെയും ഒന്ന് കണ്ടിട്ട് വരാം. അവരോടൊക്കെ എന്തെങ്കിലും ഒന്നും മിണ്ടിയും പറഞ്ഞിട്ടുമൊക്കെ എത്ര നാളായി. ചന്ദ്രമൗലി മുന്നോട്ട് നടന്നു. കൈയും വീശി ചന്ദ്രമൗലി വേഗത്തിൽ നടന്ന് ഇരുട്ടിലലിയുന്നത് ദേവരാജൻ കണ്ടു. അധ്യായം 39. ടൊയോട്ട ഗാരാജിന് മുൻപിൽ വിജയചന്ദ്രൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ജയമോഹൻ തമ്പിയെയും കൊണ്ട് ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രമൗലിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നടപ്പാക്കുന്നത് ജയമോഹൻ തമ്പിക്ക് അടുത്തു നിന്ന് കാണണം. ആംബുലൻസ് വരേണ്ട സമയം കഴിഞ്ഞുവെന്ന് വിജയചന്ദ്രന് തോന്നി. ജാനകി രാമനാണ് ആംബുലൻസ് കൊണ്ടുവരാൻ പോയിരിക്കുന്നത്. വിജയ. പിന്നിൽ നിന്ന് രാമണ്ണയുടെ വിളി കേട്ടു. വിജയചന്ദ്രൻ തിരിഞ്ഞു. പുറപ്പെട്ടില്ലേ ജയൻ ഇതുവരെ? വണ്ടി ആശുപത്രിയുടെ ഗേറ്റ് കടന്നതാ കൃത്യം 22 മിനിറ്റ് മുമ്പ്. പിന്നീട് ഒരു വിവരവുമില്ല. അവനെ വിളിക്ക്, ജാനകി രാമനെ. ഫോൺ നോട്ട് റീച്ചബിൾ. എന്തെങ്കിലും കളിയുണ്ടോ വിജയ? അവൻ്റെ ചന്ദ്രമൗലിയുടെ വക. രാമണ്ണയുടെ സ്വരത്തിൽ നേർത്ത ആശങ്കയുണ്ടായിരുന്നു. എന്ത് കളി? വിജയചന്ദ്രൻ നിസ്സാരമായി ചുമൽ കൂച്ചി. അവൻ്റെ സ്വന്തം പെങ്ങളായ ദുർഗാവാഹിനിയും സ്വന്തം പെങ്ങളെക്കാളും പെറ്റമ്മയെക്കാളുമൊക്കെ അവന് പ്രിയപ്പെട്ട രേവതിയും ഉണ്ണിമായയും ഇവിടെയുണ്ട്. അവൻ വരും. വിജയചന്ദ്രൻ പതിയെ തല തിരിച്ചു നോക്കി. കസേരയിൽ കെട്ടിയ നിലയിൽ രേവതിയും ഉണ്ണിമായയും ദുർഗാവാഹിനിയും ഇരിപ്പുണ്ട്. അവരുടെ തലയ്ക്ക് മുകളിലായി 20 അടി ഉയരത്തിൽ ഒരു ടൊയോട്ട ഇന്നോവ കാറിൻ്റെ ബോഡി കുറുകെ തൂങ്ങിക്കിടപ്പുണ്ട്. ഡെമോക്ലീസിൻ്റെ വാളെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇത് ഡെമോക്ലീസിൻ്റെ ഇന്നോവ. ചിരിച്ചുകൊണ്ട് വിജയചന്ദ്രൻ തിരിഞ്ഞു. ചന്ദ്രമൗലി എന്തെങ്കിലും ഇളച്ചിലെടുത്താൽ ചങ്ങലയിൽ നിന്ന് ഇന്നോവ നേരെ താഴേക്ക് ചിതറും. രേവതിയും ഉണ്ണിമായയും ദുർഗാവാഹിനിയും. വിജയചന്ദ്രൻ ജാനകിരാമൻ്റെ നമ്പർ ഒന്നുകൂടി ഡയൽ ചെയ്തു. ഇത്തവണ ബെൽ മുഴങ്ങി. ബെല്ലുണ്ട്. വിജയചന്ദ്രൻ ഉത്സാഹത്തോടെ രാമണ്ണയെ നോക്കി. സാർ. മറുവശത്തു നിന്ന് ജാനകിരാമൻ്റെ ശബ്ദം കേട്ടു. എവിടെടാ നീ? വിജയചന്ദ്രന് ദേഷ്യം വന്നു. ഓൺ ദ വേ സാർ. വരുന്ന വഴിക്ക് ആംബുലൻസിൻ്റെ ടയർ പഞ്ചറായി. വേഗം വാ, അവനിപ്പം വരും. ചന്ദ്രമൗലി. വിജയചന്ദ്രൻ കോൾ കട്ട് ചെയ്തു. പിന്നെ ഫോണുമായി തിരിഞ്ഞ് ഗാരാജിനകത്തേക്ക് വന്നു. അമ്മേ, അമ്മോ, അമ്മച്ചിയെ.
വിജയചന്ദ്രൻ ഒരു കസേര വലിച്ചിട്ട് രേവതിക്ക് എതിരെ ഇരുന്നു. അടുത്ത നിമിഷം കസേര അല്പം പിന്നിലേക്ക് നീക്കിയിട്ടു. പിന്നെ മുകളിലേക്ക് മിഴികൾ ഉയർത്തിയിട്ട് ഒന്ന് ചിരിച്ചു. കഷ്ടകാലം മുകളിൽ അങ്ങനെ തൂങ്ങി നിൽക്കുവല്ലേ, താഴേക്ക് ചാടി വീഴാൻ ഒതുങ്ങിയിരുന്നേക്കാം. വിജയ, രേവതി കരഞ്ഞു. എന്തോ? വിജയചന്ദ്രൻ തല നീട്ടി. എന്താ അമ്മേ? അമ്മയ്ക്ക് കുടിക്കാൻ വല്ലതും വേണോ? ഉപ്പുസോഡ, സർബത്ത്, നാരങ്ങാവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, ബോൺവിറ്റ, ബൂസ്റ്റ്. വിജയ, രേവതി ഒന്ന് ഏങ്ങി. എൻ്റെ പെൺമക്കളേക്കാൾ ജീവനല്ലായിരുന്നോടാ നിങ്ങളെ ഞങ്ങൾക്ക്. എന്നിട്ടും നിങ്ങൾ ആ പാവം മനുഷ്യനെ കൊന്നതാമേ. വിജയചന്ദ്രൻ നിഷ്കളങ്കമായി ചിരിച്ചു. ഇൻസുലിൻ കുത്തിവെച്ചു കൊന്നു. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തത്. ഒരു ഹൈപ്പോഗ്ലൈസിമിയ. പാവം. ദുർഗാവാഹിനി ഇരുന്നു കൊണ്ട് കാലുയർത്തി വിജയചന്ദ്രൻ്റെ മുഖമടച്ച് ഒരു ചവിട്ട് ചവിട്ടി. എൻ്റെ അച്ഛനെ കൊന്നിട്ട് വീരസ്യം പറയുന്നോടാ. വിജയചന്ദ്രൻ്റെ മൂക്കും മേൽചുണ്ടും പൊട്ടിപ്പിളർന്നു പോയി. പല്ലുകൾക്കിടയിൽ നിന്നും ചോര കിനിഞ്ഞു. മുഖത്തെ ഇനിയും ശരിക്കുണങ്ങാത്ത 16 കുത്തുകെട്ടുകൾക്കിടയിൽ നിന്ന് ചോര കിനിഞ്ഞു. എടി! വിജയചന്ദ്രൻ മുൻപോട്ടാഞ്ഞതും പിന്നിൽ നിന്ന് ദ്രാവിഡ മണിയുടെ വിളി കേട്ടു. വിജയൻ സാറേ, ആംബുലൻസ് വരുന്നുണ്ട്. വിജയചന്ദ്രൻ തിരിഞ്ഞു. പുറം കൈകൊണ്ട് ചുണ്ടിലെ ചോര തുടച്ചുകൊണ്ട് അയാൾ മുൻപോട്ട് വന്നു. അടുത്ത നിമിഷം ഫോൺ ബെല്ലടിച്ചു. വിജയചന്ദ്രൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. മൗലിയ. മറുവശത്തു നിന്ന് മുരൾച്ച പോലത്തെ ശബ്ദം കേട്ടു. വിജയചന്ദ്രൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് തെറ്റിപ്പോയി. എടാ പോടാ. ചന്ദ്രമൗലി ചിരിച്ചു. ഞാൻ വരികയാ വിജയചന്ദ്ര, അങ്ങോട്ട്. ഒടുക്കത്തെ യുദ്ധത്തിന് ഒറ്റയ്ക്ക്. അടുത്തെത്തിക്കഴിഞ്ഞു ഞാൻ. വിതിൻ 3 minutes ഐ വിൽ ബി ദേർ. ഇംഗ്ലീഷ് കറക്റ്റല്ലേ IPS കൊണസാൻഡ്രേ? ഫോൺ കട്ടായി. വിജയചന്ദ്രൻ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. മണി, രഘുപതി, ആണ്ടവ പെരുമാളെ, അവൻ എത്തിക്കഴിഞ്ഞു. മൗലി. രേവതിയും ഉണ്ണിമായയും ദുർഗാവാഹിനിയും പരസ്പരം നോക്കി. തൻ്റെ ഞരമ്പുകളിലെ ചോരയോട്ടത്തിൻ്റെ വേഗം കൂടുന്നത് ദുർഗാവാഹിനി അറിഞ്ഞു. ആംബുലൻസിൻ്റെ ഇരമ്പൽ അടുത്തു വന്നു. ഗുണ്ടകളുടെ കൈത്തലങ്ങൾ ഉടവാളിൻ്റെ പിടിയിൽ ഒന്നുകൂടി മുറുകി. ആംബുലൻസ് ഗരാജിനകത്തേക്ക് കയറിയാണ് നിന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജാനകി രാമൻ ചാടി ഇറങ്ങുന്നത് കണ്ടു. ജാനകി. വിജയചന്ദ്രൻ ധൃതിയിൽ മുൻപോട്ട് വന്നു. എല്ലാം പെർഫെക്റ്റ് അല്ലേടാ. ജയേട്ടൻ എവിടെ? ജാനകി രാമൻ ആംബുലൻസിന് നേരെ ഒന്ന് തലതിരിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോടാ, അല്ലേ? ഒന്നുകൂടി ഉറപ്പുവരുത്താനായി വിജയചന്ദ്രൻ ജാനകി രാമനെ നോക്കി. ഒന്നുമില്ല എന്ന് ജാനകി രാമൻ കണ്ണടച്ചു കാണിച്ചു. എന്തെങ്കിലും ഒന്ന് വായ തുറന്നു പറയട പുല്ലേ. വിജയചന്ദ്രന് ദേഷ്യം വന്നു. സാറേ. ജാനകി രാമൻ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ വായിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് ചോരയാണ്. ജാനകി. വിജയചന്ദ്രൻ കിടുങ്ങിപ്പോയി. അടുത്ത നിമിഷം കൈകൾ കൊണ്ട് വായുവിൽ ചുരം മാന്തി ജാനകി രാമൻ തറയിലേക്ക് കമിഴ്ന്നു വീണു. മണി. വിജയചന്ദ്രൻ അലറിക്കൊണ്ട് മുൻപോട്ട് ഓടി വന്നു. ജാനകി രാമന് ചുറ്റുമെത്തി എല്ലാവരും നിന്നു. വിജയചന്ദ്രൻ, ദ്രാവിഡ മണി, രാമണ്ണ, കാർത്തികേയൻ, വീരബാഹു. കണ്ണുകൾ നടുക്കം കൊണ്ട് മിഴിഞ്ഞുപോയി. ജാനകി രാമൻ്റെ മുതുകത്ത് ആഴത്തിൽ തറഞ്ഞിരിക്കുന്ന ഒരു ചൂണ്ടക്കുളത്ത്. ജയേട്ടനെ നോക്ക്. വിജയചന്ദ്രൻ അലറി. അവൻ എത്തിക്കഴിഞ്ഞു. ചന്ദ്രമൗലി. ദ്രാവിഡ മണിയും കാർത്തികേയനും വീരബാഹുവും ഓടി ആംബുലൻസിനടുത്തേക്ക് വന്നു. ജയമോഹൻ സാറേ. ദ്രാവിഡ മണി അലറി വിളിച്ചുകൊണ്ട് ആംബുലൻസിനകത്തേക്ക് തല നീട്ടി. ആംബുലൻസിന് ഉൾവശം ശൂന്യമായിരുന്നു. ജയമോഹ. ദ്രാവിഡ മണിയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. ആംബുലൻസിൻ്റെ ഉള്ളിൽ 4 വശത്തുമായി കെട്ടിവെച്ചിരിക്കുന്ന പെട്രോൾ നിറച്ച പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ദ്രാവിഡമണി കണ്ടു. കാർത്തി, വീര, മാറിക്കോ. ദ്രാവിഡമണി പറഞ്ഞു തീരും മുൻപ് ഒരു ചെറിയ തീപ്പൊരി വായുവിലൂടെ പറന്നു വന്നു. നേരെ ആംബുലൻസിനുള്ളിലേക്ക്. കൺമുൻപിൽ 15 അടി മുന്നിലായി ഒരു ബോംബ് സ്ഫോടനം വിജയചന്ദ്രനും രാമണ്ണയും കണ്ടു. തീ പിടിച്ച ഒരു ഇരുമ്പുകൂട് പോലെ മാറിയ ആംബുലൻസ് വായുവിലേക്ക് ഉയർന്നു. ടൊയോട്ട ഗരാജിൻ്റെ മുകൾ തട്ടിലിടിച്ച ആംബുലൻസ് നേരെ താഴേക്ക്. തീപിടിച്ച പക്ഷികളെപ്പോലെ അഗ്നിത്തുണ്ടുകൾ ചിതറിപ്പറക്കുന്നു. മണി. വിജയചന്ദ്രൻ മുൻപോട്ട് കുതിച്ചെങ്കിലും തീജ്വാലകളുടെ വീശിപ്പറക്കലിൽപ്പെട്ട് പിന്നിലേക്ക് തെറിച്ചുപോയി. വലിച്ചെറിഞ്ഞ പഴന്തുണിക്കെട്ടുകൾ പോലെ ദ്രാവിഡമണിയും കാർത്തികേയനും വീരബാഹുവും തറയിൽ കിടപ്പുണ്ടായിരുന്നു. ഒരാൾക്കുപോലും അനക്കമില്ല. ദ്രാവിഡമണിയുടെ നടുവിന് മീതെയാണ് ആംബുലൻസിൻ്റെ ബമ്പർ കുത്തി നിൽക്കുന്നത്. മണിയുടെ ശരീരം കൃത്യമായി 2 കഷ്ണമായി മാറിയിട്ടുണ്ടാവുമെന്ന് വിജയചന്ദ്രൻ ഭീതിയോടെ ഓർത്തു. 2 ചെറു ബോംബുകൾ കൂടി പൊട്ടുന്ന ശബ്ദം കേട്ടു. സ്മോക്ക് ബോംബുകളാണെന്ന് വിജയചന്ദ്രന് മനസ്സിലായി. കണ്ണൂരിൽ ഇത്തരം എത്രയോ ബോംബുകൾ താൻ കണ്ടിരിക്കുന്നു. പുക മൂക്കിലും വായിലും അടിച്ചു കയറി രാമണ്ണ ഉച്ചത്തിൽ ചുമച്ചു.
പുക അല്പം അടങ്ങിയപ്പോൾ വിജയചന്ദ്രൻ തലതിരിച്ചു നോക്കി. ദുർഗാവാഹിനിയും രേവതിയും ഉണ്ണിമായയും ഇരുന്ന കസേരകൾ ശൂന്യം. വിജയചന്ദ്രൻ കിടുങ്ങിപ്പോയി. ചന്ദ്രമൗലി അയാൾ അലറിക്കൊണ്ട് ചുറ്റും നോക്കി. എവിടാ നീ? അടുത്ത നിമിഷം കാറ്റ് വീശിയടിച്ചതുപോലെ മുൻപിലെ പുക അല്പം മാറി. ഒരു വീൽചെയറിന്റെ മുരൾച്ച കേട്ടു. കണ്ണിലെ പുകയുടെ നീറ്റൽ തിരുമ്മി മാറ്റി വിജയചന്ദ്രൻ തുറച്ചു നോക്കി. ഒരു ബാറ്ററി വീൽചെയർ മുരണ്ടുകൊണ്ട് തന്റെ നേർക്കു വരുന്നു. അതിൽ കഴുത്തറ്റം വെള്ള ഷീറ്റ് പുതച്ച് ഒരാൾ കഴുത്തൊടിഞ്ഞതുപോലെ തലകുമ്പിട്ടിരിക്കുകയാണ്. ജയമോഹൻ തമ്പി. ജയേട്ടാ അലറി വിളിച്ചുകൊണ്ട് വിജയചന്ദ്രൻ മുൻപോട്ട് കുതിച്ചു. പിന്നെ ജയമോഹൻ തമ്പിയുടെ ഇരുചുമലിലും പിടിച്ചുകുലുക്കി. ജയേട്ടാ. എക്കിളെടുക്കുന്നതുപോലൊരു ശബ്ദം വിജയചന്ദ്രന്റെ വായിൽ നിന്നുണ്ടായി. വീൽചെയറിലിരുന്ന ആൾ പതിയെ തലയുയർത്തി വിജയചന്ദ്രനെ നോക്കി. മൗലി. വിജയചന്ദ്രൻ ഞരങ്ങിക്കൊണ്ട് മിഴികൾ താഴ്ത്തി. 1.5 അടി നീളം വരുന്ന ഒരു കത്തി തന്റെ നെഞ്ചിനും വയറിനും മധ്യത്തിൽ തറച്ചുകയറി നിൽക്കുന്നത് വിജയചന്ദ്രൻ കണ്ടു. തന്റെ ചോര വേഗത്തിൽ ചന്ദ്രമൗലി പുതച്ചിരുന്ന വെള്ള ബെഡ്ഷീറ്റിലേക്ക് വീണു പടരുന്നു. ജയമോഹൻ തമ്പി അദ്ദേഹത്തെ അപ്പുറത്തെ ചേമ്പിൻ കാട്ടിൽ ഇട്ടിട്ടുണ്ട്. ചന്ദ്രമൗലി ചിരിച്ചു. പിന്നെ വിജയചന്ദ്രനെ പിന്നിലേക്ക് തള്ളി വീഴ്ത്തി. അടുത്ത ജന്മമെങ്കിലും നല്ലവനായി ജനിച്ച് ജീവിക്ക്. ഭയന്നരണ്ട് നിൽക്കുകയായിരുന്നു രാമണ്ണ. ഓഹോ, രാമണ്ണ സാറും ഇവിടെ ഉണ്ടായിരുന്നോ? ചന്ദ്രമൗലി ചിരിച്ചുകൊണ്ട് രാമണ്ണയ്ക്ക് നേരെ വന്നു. മൗലി, എന്നെ കൊല്ലരുത്. രാമണ്ണ പിന്നിലേക്ക് മാറി. കൊല്ലില്ല, പക്ഷേ കഴുത്ത് ഞാൻ ഒടിക്കും, കയ്യും. പറഞ്ഞതും രാമണ്ണയുടെ കഴുത്ത് തന്റെ കൈമടക്കിലാക്കി ചന്ദ്രമൗലി ഒന്ന് തിരിച്ചു. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പിരിഞ്ഞൊടിയുന്ന ശബ്ദം കേട്ടു. അടുത്തത് കൈകൾ. രാമണ്ണയെ ചന്ദ്രമൗലി വട്ടം കറക്കി പിന്നിലേക്ക് വിട്ടു. വിറച്ച് അയാൾ ചെന്ന് വീൽചെയറിലേക്ക് വീണു. ശിഷ്ടകാലം ഇരുന്ന് ഭരിക്കാൻ വേണ്ടി ഫ്രീ. ചന്ദ്രമൗലി ചിരിച്ചു. പിന്നെ പുകയ്ക്കിടയിലൂടെ പുറത്തേക്ക് വന്നു. പുറത്ത് ദുർഗാവാഹിനിയും രേവതിയും ഉണ്ണിമായയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർക്ക് പിന്നിൽ പവിത്രജ്വാല. പവിത്രേ. ചന്ദ്രമൗലി പവിത്രയെ നോക്കി. ഇവരെയും കൊണ്ട് പോയിക്കോ. ഏട്ടനും വാ. ദുർഗാവാഹിനി ചന്ദ്രമൗലിയെ നോക്കി. മോനെ, നീയും വാടാ. രേവതി കരഞ്ഞു. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇതിനുള്ളിലുണ്ടമ്മേ. ഞങ്ങൾ ഇത്തിരി നേരം സംസാരിച്ചിട്ട് വരാം. ചന്ദ്രമൗലി ഗാരാജിലേക്ക് തിരിഞ്ഞു. പിന്നെ വീണ്ടും തിരിഞ്ഞ് ദുർഗാവാഹിനിയെ നോക്കി. പോവാൻ. അമ്മയും ചിലങ്കയും ഭയന്നിരിക്കുക അവിടെ. ചെന്ന് നമ്മൾ ജയിച്ചെന്ന് പറയ്. ശത്രുക്കളെ ഭയക്കാതെ ഇനിയെങ്കിലും ജീവിക്കാമെന്ന് പറയ്. ഞാനിപ്പം വരും. ചിലങ്കയോട് നല്ല കഞ്ഞിയും മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കി വയ്ക്കാൻ പറയണം. ചന്ദ്രമൗലി ചിരിച്ചു. പിന്നെ മുൻപോട്ട് വന്ന് ദുർഗയുടെ കവിളിൽ തട്ടി. നല്ല ഒരു വിലങ്ങ് നോക്കി വെച്ചോ ഏട്ടനു വേണ്ടി. ദുർഗ വന്ന് ഏങ്ങി. പിന്നെ തിരിഞ്ഞ് ജീപ്പിലേക്ക് കയറി. ജീപ്പ് അകന്നു പോകുന്നതുവരെ ചന്ദ്രമൗലി നോക്കി നിന്നു. പിന്നെ ഗരാജിന് അകത്തേക്ക് ചെന്നു. പുക അടങ്ങിയിട്ടില്ലായിരുന്നു. അച്ഛാ. ചന്ദ്രമൗലി ഉറക്കെ വിളിച്ചു. അച്ഛാ. ചന്ദ്രമൗലിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം പിന്നിലൊരു ഞരക്കം കേട്ടു. ചന്ദ്രമൗലി ഞെട്ടിത്തിരിഞ്ഞതും ഒരു കത്തി ഇടനെഞ്ചിനു മീതെ തുളച്ചു കയറി. ചന്ദ്രമൗലി ഉലഞ്ഞുപോയി. മുൻപിൽ ജാനകിരാമൻ. വേദന കൊണ്ട് മിഴികൾ ഇറുക്കിയടച്ച് ചന്ദ്രമൗലി ഒരു നിമിഷം നിന്നു. കാൽമുട്ടുകൾക്ക് താഴേക്ക് ശൂന്യമായതുപോലെ. ശരീരം നേരെ നിൽക്കുന്നില്ല. ചന്ദ്രമൗലിയെ നോക്കി ജാനകിരാമൻ അടഞ്ഞുപോയ മിഴികൾ വലിച്ചു തുറന്ന് ഒന്ന് ചിരിച്ചു. കൊട്ടേഷൻ കംപ്ലീറ്റഡ്. ചന്ദ്രമൗലിയുടെ നെഞ്ചിൽ തറച്ചിരുന്ന കത്തി വലിച്ചൂരിക്കൊണ്ട് ജാനകിരാമൻ തറയിലേക്ക് മലർന്നു വീണു. ചോര പുരണ്ട പൂഴി ഉയർന്നു പറന്നു. നെഞ്ചു പൊത്തിപ്പിടിച്ചുകൊണ്ട് ചന്ദ്രമൗലി തിരിഞ്ഞു. വിരലുകൾക്കിടയിലൂടെ ചൂടുചോര പാഞ്ഞിറങ്ങുന്നു. അടുത്ത നിമിഷം മൊബൈൽ ബെല്ലടിച്ചു. ചന്ദ്രമൗലി പണിപ്പെട്ട് ഫോണെടുത്തു. ഏട്ടാ, എവിടെയാ? ചിലങ്കയുടെ ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം കേട്ടു. ചന്ദ്രമൗലിയുടെ മിഴികൾ നനഞ്ഞു. ഏട്ടൻ. ചന്ദ്രമൗലി തറയിലേക്ക് മുട്ടുകുത്തി വീണുപോയി. ഫോൺ കയ്യിൽ നിന്ന് തെറിച്ചു. പൂഴിയിലേക്ക് ചന്ദ്രമൗലിയുടെ കവിളമർന്നു. തറയിൽ കിടന്ന ഫോണിന് നേരെയായിരുന്നു തുറന്ന കണ്ണുകൾ. ഏട്ടാ. ചിലങ്കയുടെ ഉച്ചത്തിലുള്ള വിളി ഫോണിൽ നിന്ന് കേട്ടു. ഏട്ടാ, പെട്ടെന്ന് വരണേ, ഞാനിവിടെ കാത്തിരിക്കുക. കൈനീട്ടി ഫോണിലൊന്ന് തൊടാൻ ചന്ദ്രമൗലി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ചന്ദ്രമൗലിയുടെ മുഖത്ത് ഒരു വിതുമ്പലുണ്ടായി. ഏട്ടാ. ചിലങ്കയുടെ വിളി വീണ്ടും കേട്ടു. ചന്ദ്രമൗലിയുടെ ഇമകൾ പതിയെ താഴ്ന്നു വരുന്നുണ്ടായിരുന്നു. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.